ദൈവം എത്ര നല്ലവൻ. കഴിഞ്ഞ ഒരാഴ്ച കാലഘട്ടം മുഴുവനും കർത്താവ് കണ്ണിൻ്റെ മണി പോലെ നമ്മളെ സംരക്ഷിച്ചു. ആപത്ത് അനർത്ഥം നിന്നൊക്കെയും ദൈവം നമ്മെ വിടുവിച്ചു. നാം ചോദിച്ച വിഷയങ്ങളിലൊക്കെയും ദൈവം നമുക്ക് ദയാലുവും വിശ്വസ്തനുമായിരുന്നു. അങ്ങനെ ദയാലുവും വിശ്വസ്തനുമായിരുന്ന കർത്താവിനെ തൻ്റെ നാമത്തെ പ്രതി ആരാധിക്കുവാൻ ഇന്ന് പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. പ്രിയരെ, നമ്മൾ അനുഗ്രഹീതമായ ഒരു ആരാധന നമ്മുടെ ദൈവത്തിന് നാം കൊടുത്തു കഴിഞ്ഞു. ആരാധന നാം ദൈവത്തിന് കൊടുക്കുന്നതാണ്. എന്നാൽ ദൈവം നമുക്ക് തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഒരു ആത്മീയ ശുശ്രൂഷയിൽ വാസ്തവമായിട്ടും നാം ദൈവത്തിന് കൊടുക്കുകയും ദൈവം നമുക്ക് തരികയും ചെയ്യണം. നമ്മൾ ആഗ്രഹിക്കുന്നത് ആരാധന നാം ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം ആരാധന സ്വീകരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം തൻ്റെ വചനങ്ങളെ നമുക്ക് തരുമ്പോൾ നാം ആ വചനങ്ങളെ സ്വീകരിക്കണം. ദൈവമേ, എൻ്റെ ആരാധന ഒരുപക്ഷെ മറ്റുള്ള വ്യക്തികളെപ്പോലെ അത്ര ശ്രേഷ്ഠകരമൊന്നും ആയില്ല എന്ന് എനിക്ക് തോന്നിയാലും അങ്ങൻ്റെ ആരാധനയിൽ പ്രസാദിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ പിതാവായ ദൈവം കേൾക്കുന്നു. നിഷ്കളങ്കമായ വിശ്വസ്തമായ ആരാധനയിൽ ദൈവം പ്രസാദിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ തിരിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ അവരോട് തൻ്റെ ദാസന്മാരിലൂടെ എൻ്റെ വചനങ്ങളെ പ്രസ്താവിക്കുമ്പോൾ സ്നേഹത്തോടെ ഹൃദയങ്ങളെ തുറന്ന് അവർ ഈ വചനങ്ങളെ സ്വീകരിച്ച് ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൊണ്ടുവരണം എന്ന് ദൈവം ഏറെ ആഗ്രഹിക്കുകയാണ്. ഞാനിന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയും കർത്താവിൽ ആശിക്കുകയും ചെയ്യുന്നത് ഈ വചനങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും ഇരു കൈയും നീട്ടി ദൈവവചനത്തെ സ്വീകരിച്ച് തങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുന്നവരായി മാത്രമല്ല ഉപയോഗിക്കുന്നവരുമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. വിശുദ്ധ സഭയ്ക്ക് സ്നേഹവന്ദനം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നാം ഓരോരുത്തരും. നാം ദൈവത്തിന് മുമ്പാകെ വിശേഷതയുള്ളവരാണ്, വിലയുള്ളവരാണ്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ടൊരു വേദഭാഗം വായിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ പ്രഥമനായിരുന്ന പത്രോസ് ദൈവസഭയ്ക്ക് എഴുതി അറിയിച്ച തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്നാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹീത വചനങ്ങളെ ധ്യാനിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. 1 പത്രോസ് അധ്യായം 4 തിരുവചനം 7. 1 പത്രോസ് അധ്യായം 4 തിരുവചനം 7. 1 പത്രോസ് First Peter chapter 4 verse 7. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ. അടിവരയിടേണ്ട 2 പദങ്ങൾ: പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ, നിർമ്മതർ. നമ്മൾ അതിൽ നിന്നാണ് ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. വചനത്തെ ദൈവകരത്തിൽ കൊടുക്കാം. കർത്താവ് അനുഗ്രഹിച്ചു വാഴ്ത്തി തരട്ടെ. പരിശുദ്ധനാകുന്ന ദൈവമേ, പരമഗുരുവായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ മാർത്തയും മറിയയും പിന്നെ ശേഷമുണ്ടായിരുന്ന ശിഷ്യന്മാരും അജഗണങ്ങളുമൊക്കെ ഇരുന്നതുപോലെ ഞങ്ങളും ഇന്ന് പ്രഭാതത്തിൽ വിശ്വാസത്താൽ ഞങ്ങളുടെ യേശുവിൻ്റെ മുറിവേറ്റ പാദപീഠത്തിൽ ഇരിക്കുന്നു. ദൈവവചനത്തിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ. വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ധീരന്മാരാക്കി തീർക്കണമേ. ശക്തിയുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ ആത്മാവിനെ ക്രിസ്തുവിലേക്ക് തിരിക്കണമേ. ലോകത്തെ വെറുത്ത് കർത്താവിനെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ ഹൃദയവും വലിയ മനസ്സും ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ മേൽ പകരണം. താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് പറഞ്ഞേ, സുബോധം. അടുത്ത് തീർന്നില്ല, രണ്ടാമത്തെ വാക്കും കൂടെ പറയാം നമുക്ക്. നിർമ്മതം. ആമേൻ. നമുക്കൊരു ജീവനൊക്കെ വന്നു അല്ലേ. ഞാനിങ്ങനെ ഇതെങ്ങനെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം കർത്താവ് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ 2 സംഭവം ഇങ്ങനെ ഇതേ എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കാൻ മനസ്സിനകത്തൊരു വലിയ താല്പര്യം ഉണ്ടായി. സുബോധം. ആമേൻ. നിർമ്മതം. സുബോധം. പിരിക്കാം. സു അധികം, ബോധം സമം, സുബോധം. ഈ സംസ്കൃതത്തിൽ നിന്ന് വന്ന ഭാഷയാണ്. മലയാളം അഡോപ്റ്റ് ചെയ്ത ഭാഷയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, സുഗുണൻ, സുമതി, സുഗന്ധൻ. നമുക്കറിയാം നല്ലത്, നല്ലത്, ശ്രേഷ്ഠം, മാന്യം എന്നൊക്കെ അർത്ഥം. ബോധം. അപ്പോൾ ബോധം എന്ന് പറയുന്നത് ഒരുവൻ്റെ ഉള്ളിലുണ്ടാവേണ്ട കാര്യമാണ്. ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ മക്കൾ എല്ലാവരും നല്ല ബോധമുള്ളവനായിരിക്കണം. അടുത്തിനെ നോക്കി പറഞ്ഞേ, നല്ല ബോധമുള്ളവനായിരിക്കണം കേട്ടോ. ആമേൻ. നല്ല ബോധം. നമ്മുടെ ദൈവസഭയെ സ്നേഹിക്കാത്ത സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇന്നലെ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക്
ആത്മാവിൽ ദൈവവചനം പങ്കുവയ്ക്കുമ്പോൾ ദൈവം തന്ന ഒരു ദർശനമാണ്. ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് നീതിമാന്മാരും ഉണ്ട്, ദുഷ്ടന്മാരും ഉണ്ട്. നിങ്ങൾ ഞെട്ടിപ്പോകരുത്. ദുഷ്ടന്മാർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തവരാണ്. ഇപ്പോൾ ഞാൻ വാസ്തവത്തിൽ മനഃപൂർവ്വമായി ഒരു ആരാധന മുടക്കിയാൽ ഈ പുൽപ്പറ്റിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ഞാൻ പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ഒരു ദിവസം പരമദുഷ്ടനായും. കാരണം ഞാൻ മനഃപൂർവ്വമാണ് ആരാധന മുടക്കിയതെങ്കിൽ. ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു എന്നറിഞ്ഞിട്ടും മനഃപൂർവ്വമായിട്ട് ഞാൻ മാറിയിരുന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ ഞാൻ മുഴുത്തൊരു ദുഷ്ടനായി തീരും. കാരണം പരസ്യത്തിലും രഹസ്യത്തിലും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവൻ ആരോ അവനാണ് ക്രിസ്ത്യാനി. ആമേൻ. ആരാണ് ക്രിസ്ത്യാനി? പരസ്യത്തിലും രഹസ്യത്തിലും ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവൻ ആരോ അവനാണ് ക്രിസ്ത്യാനി. അപ്പോൾ കൊന്തയിട്ടു എന്ന് പറഞ്ഞോ, കുരിശു വരച്ചെന്ന് പറഞ്ഞോ, കൈ ഏറെ തട്ടിയെന്ന് പറഞ്ഞോ, മുട്ടുകുത്തി നമ്മൾ ഒരുപാട് നേരം പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് മാത്രം ആകുന്നില്ല. പരസ്യത്തിലും രഹസ്യത്തിലും കർത്താവിൻ്റെ വചനത്തിന് അധറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ കഴിയുള്ളൂ. ആ പേര് നോക്കൂ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ അത്രേ ക്രിസ്ത്യാനി. ഇവിടെ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരിൽ നിന്നും കർത്താവ് ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് നല്ല ബോധമുണ്ടാകണം എന്നുള്ളതാണ്. വാസ്തവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ ബോധത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ചിന്തനീയമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഭാഗം അദ്ദേഹം സൂചിപ്പിക്കുന്നത് നിങ്ങൾ സുബോധത്തോടെ, നല്ല ബോധത്തോടു കൂടെ പ്രാർത്ഥിക്കുകയും മാത്രമല്ല നിങ്ങൾ ലഹരി പിടിക്കാതെ പ്രാർത്ഥിക്കണം എന്നാണ് അടുത്ത വാക്യം. നിർമ്മതരായിരിപ്പിൻ. ഈ കിറുക്കന്മാരടിക്കുന്ന കിറുക്ക് വെള്ളമൊന്നും അടിച്ചിട്ട് എന്ത് ചെയ്യാൻ നിൽക്കരുത്? പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും ബിവറേജിൽ കിട്ടുന്ന കിറുക്ക് വെള്ളമായിരിക്കും കിറുക്ക് വെള്ളം. അല്ല. നിങ്ങൾക്കറിയാമോ, മനുഷ്യന്മാരെ കലക്കി കളയുന്നത് ഈ കലക്ക് വെള്ളം മാത്രമല്ല, ചില ഉപദേശങ്ങൾ മനുഷ്യരെ കലക്കി കളയും, ചില വാക്കുകൾ മനുഷ്യരെ കലക്കി കളയും. ആത്മനിയന്ത്രിതമല്ലാത്ത ആരാധനകളും പ്രാർത്ഥനകളും മനുഷ്യനെ കലക്കിക്കളയും. കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ കിറുങ്ങിയിരുന്നവരെ ദൈവത്തെ ആരാധിക്കരുത്. അതാണ് നിർമതം. അധികം മതം സമം നിർമതം. ഇല്ലാതിരിക്കുക, നിർദോഷം എന്നൊക്കെ പറയുന്ന പോലെ. മതം എന്താ? മതം നമ്മൾ പറയില്ലേ, ആനയ്ക്ക് മതം പൊട്ടി. ഇവ എന്താടാ മതം പൊട്ടി ആനയെ പോലെ വീട്ടിൽ കിടന്ന് അവൻ്റെ ഭാര്യ എടുത്തിട്ട് കുനിച്ചിട്ടിടിച്ച് നമ്മൾ പറയില്ലേ, മതം പൊട്ടി കിടക്കുന്നവൻ മതം പൊട്ടി. എന്തായിരിക്കും മതം? ഉണർവില്ല, കലങ്ങിയ ചിന്ത. അവൻ്റെ ചിന്ത കലങ്ങിപ്പോയി, അവൻ്റെ ബോധം കലങ്ങിപ്പോയി, അവൻ്റെ ബ്രെയിൻ കലങ്ങിപ്പോയി. കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്ന തൻ്റെ മക്കൾ ഒരിക്കലും സമചിത്തത വിട്ടുപോകരുത്. അവർ സുബോധമുള്ളവരും തെളിഞ്ഞ മനസ്സുള്ളവരുമായിരിക്കണം. ആമേൻ. നമുക്ക് അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് പറയാം, തെളിഞ്ഞ മനസ്സ്. ഈ തെളിഞ്ഞ മനസ്സുള്ളവർ കയറി വരുമ്പോൾ നമ്മുടെ സഹോദരന്മാരെയൊക്കെ ഒന്ന് നോക്കി ചിരിച്ച്, തെളിഞ്ഞ മനസ്സുള്ളവർ കയറി വരുമ്പോൾ സഹോദരിമാരെയൊക്കെ നോക്കി ചിരിച്ച്, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കില്ല, ചിരിക്കും, ഗ്രീറ്റ് ചെയ്യും, പിന്നെ ആശ്വാസമൊക്കെ അന്വേഷിക്കും. കഴിഞ്ഞ ഒരാഴ്ച കാലഘട്ടം സഹോദര സുഖമായിട്ടിരുന്നോ? അപ്പോൾ അവർ പറയും മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ചില വിഷമങ്ങൾ ഘട്ടത്തിലൂടെ കടന്നുപോയി, സാരമില്ല കേട്ടോ, ഇന്നത്തെ ശുദ്ധാരാധനയുടെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കും. ഇതാണ് കൂട്ടായ്മ. ആമേൻ. ഇന്നലെ നമ്മളൊരു സഹോദരനെ പരിചയപ്പെട്ടു. അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഏകദേശം 65 വയസ്സുണ്ട്. രക്ഷിക്കപ്പെട്ടിട്ട് ഏകദേശം 18 വർഷമായി. 18 വർഷം കൊണ്ട് 18 സഭ മാറിയ മനുഷ്യരാണെന്ന് തോന്നുന്നു അദ്ദേഹം. സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. 18 വർഷം കൊണ്ട് 18 സഭ. ഞാൻ ചോദിച്ചു, കർത്താവിൻ്റെ ദാസൻ എന്താ കൂട്ടായ്മ നിൽക്കാത്തത്? അത് എൻ്റെ പേരൊരു ശുശ്രൂഷയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് ആ ശുശ്രൂഷ? അന്ത്യകാല ശുശ്രൂഷ. അപ്പം ഞാൻ പറഞ്ഞു, അല്പസ്വല്പം നമുക്ക് പാസ്റ്റർ ദൈവജനമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഈ പുസ്തകത്തിനകത്തൊന്നും ഈ അന്ത്യകാല ശുശ്രൂഷ കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല ബ്രദറെ, എനിക്ക് പല പ്രവാചകന്മാരും പ്രവചിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെയുള്ള പ്രവാചകന്മാരുടെ പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോഴെല്ലാം അദ്ദേഹം പ്രവചിക്കും, നിനക്ക് അന്ത്യകാല ശുശ്രൂഷയുണ്ട്, നിനക്ക് അപ്പോൾ എനിക്ക് ഉറപ്പായി അന്ത്യകാല ശുശ്രൂഷ എന്നാ എനിക്ക്. ഞാൻ പറയും, ശരി, ഞാൻ ചോദിക്കട്ടെ, പുതിയ നിയമത്തിൽ ഒരു വിശ്വാസിക്ക് കൊടുത്തിട്ടുള്ള 5 വിധ ശുശ്രൂഷകളുണ്ട്, അതേതൊക്കെയാണെന്ന് സഹോദരൻ പറയുമോ? അപ്പോൾ അദ്ദേഹം ഒന്ന് പരിങ്ങിയിട്ടാണെങ്കിൽ അല്പസ്വല്പം കടിച്ചും പിടിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വേദപുസ്തകത്തിൽ 5 വിധ ശുശ്രൂഷ പറഞ്ഞിരിക്കുന്നു, ഈ 5 വിധ ശുശ്രൂഷയുടെ പട്ടികയിൽ പെടാത്ത ശുശ്രൂഷയാണ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത്. അപ്പോൾ വേദപുസ്തകത്തിന് പുറത്തുള്ള എല്ലാ ശുശ്രൂഷയും ദൈവികമല്ല, അത് പൈശാചികമാണ്. പുള്ളിയുടെ കണ്ണങ്ങ് തുറന്നു. ഞാൻ ചോദിച്ചു, എൻ്റെ ഭവനത്തിനകത്ത് എന്തൊക്കെയുണ്ട് വിശേഷം? അത് ഭാര്യയ്ക്ക് ചെറിയ പൈശാചികമായിട്ടുള്ള സ്വാധീനങ്ങളുണ്ട്. ഭാര്യ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് 1.5 മാസമായി. ശരി, ഓക്കെ. മക്കളൊക്കെ? മൂത്ത പൈതൽ എറണാകുളത്ത് 36 വയസ്സ്, ചെറുക്കനെന്തോ കുരുക്കിപ്പെട്ടിരിക്കുന്നു, എന്തൊക്കെയോ കുത്തി കയറ്റുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ശരി, ഓക്കെ. രണ്ടാമത്തവൻ വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചു, സ്വസ്ഥം, പക്ഷെ അവൻ ഭ്രാന്തനാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അവന് തൈറോയ്ഡ് രോഗം വന്നു, തൈറോയ്ഡ് ഗ്രന്ഥിക്ക് അത് വിഷമമുണ്ടായി, അത് തലയിൽ കയറി,
പുള്ളി ആകെപ്പാടെ വിഷമിച്ചു. ഞാൻ ചോദിച്ചു, തൻ്റെ ദാസൻ എന്ത് ശുശ്രൂഷയാണെന്ന് പറഞ്ഞത്? അന്ത്യകാല ശുശ്രൂഷ. ഞാൻ പറഞ്ഞു, തൻ്റെ ദാസനെ, പത്രോസ് പറയുന്നു, ഒരുവന് കുടുംബമുണ്ടായിട്ട് ഭാര്യയെ നന്നായി നോക്കാതെ മക്കളെ നന്നായി വളർത്താത്ത ഒരുവനെയും ദൈവത്തിൻ്റെ ദാസനായി അംഗീകരിക്കുകയില്ല എന്ന് തിരുവചനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു, വേദപുസ്തകം നിങ്ങൾ വായിക്കണം, നിങ്ങൾക്ക് തെളിഞ്ഞ മനസ്സുണ്ടാകും. നമ്മുടെ പ്രാർത്ഥന തെളിഞ്ഞ മനസ്സിൽ പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മൾ നല്ല ബോധത്തോടു കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇന്നത്ര പേർ പകലിൽ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവമേ ഒരു തെളിഞ്ഞ മനസ്സെനിക്ക് തരണം, ഒരു നല്ല ബോധം എനിക്ക് തരണം. ദൈവസഭയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ദാസന്മാരെക്കുറിച്ച്, ശുശ്രൂഷാദികളെക്കുറിച്ച് ഒരു നല്ല ബോധം, ഒരു സമചിത്തതയുള്ളതാക്കി എന്നെ തീർക്കണമേ എന്ന് എത്ര പേർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഞാനിങ്ങനെ ദൈവത്തോട് ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ, ദൈവമേ നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം നിഷ്കളങ്കമായ ഹൃദയവും നിഷ്കളങ്കമായ മനസാക്ഷിയും ദൈവം നൽകിയിരുന്നെങ്കിൽ ഇതിനകത്ത് വണ്ടേഴ്സ്, മിറക്കിൾസ്, മൈറ്റി തിങ്സ് ഞങ്ങൾ കണ്ടേനെ. ദൈവമേ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വാസ്തവത്തിൽ സനീഷയ്ക്ക് ഈ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ മുന്നോട്ട് വിളിച്ച് അവർക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ, സനീഷിനെ പോലുള്ള മറ്റു ശുശ്രൂഷകന്മാരും അതിനുവേണ്ടി കൈത്താങ്ങൽ കൊടുക്കുമ്പോൾ, ഇരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ഒരു നിഷ്കളങ്കമായ വിശ്വാസവും നിഷ്കളങ്കമായ പ്രതീക്ഷയും ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കുട്ടിയെപ്പോലെ, ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തെളിഞ്ഞ മനസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ഹൃദയം പോലെ ആയിത്തീർന്നെങ്കിൽ, എൻ്റെ ദൈവമേ അങ്ങയുടെ പ്രവൃത്തി ഞങ്ങൾ എപ്പോഴേ കണ്ടേനെ എന്ന് ചിന്തിച്ചു. ചിലർ പറയാറുണ്ട്, യേശു ഒരിക്കലും തൻ്റെ ശുശ്രൂഷയിൽ രോഗികളായവർ മുന്നോട്ട് വരട്ടെ എന്ന് വിളിച്ചിട്ടില്ലല്ലോ. വാസ്തവമാണ്. അപ്പോസ്തലന്മാരും ശുശ്രൂഷകന്മാരും ഒരിക്കലും രോഗികളായവർ മുന്നോട്ട് വരട്ടെ എന്ന് വിളിച്ചിട്ടില്ലല്ലോ. വാസ്തവമാണ്. തൻ്റെ ശുശ്രൂഷയിൽ അങ്ങനെ വിളിച്ചിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ ഉപദേശവും യേശുവിൻ്റെ സന്ദേശവും കേട്ടവർ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വന്നു. ആവശ്യഭാരത്തോടുകൂടെ, വളരെ താല്പര്യത്തോടുകൂടെ യേശുവിൻ്റെ അടുക്കൽ വന്നവരെല്ലാവരും സൗഖ്യമായി എന്നെഴുതിയിരിക്കുന്നു. ഇതൊരു കെട്ടുകഥയല്ലല്ലോ, സത്യസന്ധമായ ദൃസാക്ഷി വിവരണമല്ലേ. അവരെല്ലാവരും സൗഖ്യമായി. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി അവരോട് ഉപയോഗിച്ചു. യേശു കൊടുത്ത കൽപ്പനകളിൽ ഏറ്റവും വലിയ കൽപ്പനയായിരുന്നു, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുക. ഇതിൻ്റെ അധികാരിയും ഇതിൻ്റെ ഉറവിടവും ഇതിൻ്റെ അവകാശവും കർത്താവിൻ്റെ വചനങ്ങളായതുകൊണ്ട് നാം യേശുവിൻ്റെ നാമത്തിൽ മുദ്രിതമായി കൽപ്പിക്കുമ്പോൾ ഭൂതങ്ങൾ അഴിഞ്ഞു പോകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. ഇന്നേക്കും 2000 വർഷങ്ങൾക്ക് മുൻപ് ഭൂതങ്ങളെ ഇറക്കിയും രോഗികളെ സൗഖ്യമാക്കിയും ചരിത്രത്തിൻ്റെ താളുകളിലൂടെ ജൈത്രയാത്ര ചെയ്താണ് ദൈവത്തിൻ്റെ സഭ 2024 നിൽക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കണമോ? 2024 മുന്നോട്ടും യേശുവിൻ്റെ വരവ് വരെയും ദൈവത്തിൻ്റെ സഭ ഭൂതങ്ങളെ പുറത്താക്കും, ദൈവസഭ രോഗികളെ സൗഖ്യമാക്കും, മുടന്തന്മാർ കുതിച്ചു ചാടും, കൈകാലുകൾക്ക് കെൽപ്പില്ലാത്തവർ, ബലഹീനമായവർ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കും. അത് ദൈവത്തിൻ്റെ ജോലിയാണ്. വിശ്വസിക്കുന്നവരുടെ, എങ്ങനെ? തെളിഞ്ഞ മനസ്സും സുബോധവും ഉള്ളവരുടെ ഇടയിൽ ദൈവം അത് പ്രവർത്തിക്കും. നമ്മുടെ സഭയ്ക്കകത്ത് അപ്രകാരമുള്ള ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ നമുക്കെല്ലാവർക്കും വേണ്ടിയത് അതാണ്. ഇനി നിങ്ങൾ ചോദിക്കും, യേശു വിളിച്ചില്ലല്ലോ? വിളിച്ചില്ല. അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും വിളിച്ചില്ലല്ലോ? അങ്ങനെ വിളിച്ചു എന്നുള്ള എഴുത്ത് തിരുവചനത്തിനകത്ത് നാം കാണുന്നില്ല, ചരിത്ര പുസ്തകത്തിൽ കാണുന്നില്ല, സുവിശേഷം കാണുന്നില്ല. പക്ഷേ നിങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ സഭയെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളത്തിൽ വന്നപ്പോൾ ശുശ്രൂഷകന്മാർ കൂടിയിരുന്നവരോട് ചോദിച്ചു, നിങ്ങൾ ശരീരത്തിൽ വേദന അനുഭവിക്കുന്നുണ്ടോ? അതെ, ഞങ്ങൾ ശരീരത്തിൽ വേദന അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ ആശുപത്രിയിൽ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞങ്ങളെ ആശുപത്രിയിൽ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. എന്താ കാരണം? ഞങ്ങൾ ക്രിസ്തുവിനെ അനുഗമിച്ചതുകൊണ്ട് ആശുപത്രിക്കാർ ഞങ്ങളെ ചവിട്ടി പുറത്താക്കി. ഞങ്ങൾ റോമൻ മതം സ്വീകരിച്ചിരുന്നെങ്കിൽ, ഞങ്ങളൊരു നക്സലേറ്റ് ആയിരുന്നെങ്കിൽ, ഞങ്ങളൊരു മാർക്സിസ്റ്റ് പ്രവർത്തകനായിരുന്നെങ്കിൽ ഞങ്ങളെ സ്വീകരിച്ചേനെ. പക്ഷേ ക്രിസ്ത്യാനി എന്ന ലേബൽ എപ്പോൾ ഞങ്ങൾ എടുത്തു പറഞ്ഞോ അന്ന് തൊട്ട് സകലരും ഞങ്ങളെ ഒതുക്കാൻ തുടങ്ങി. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ പരസ്യമായിട്ടല്ല, രഹസ്യത്തിൽ ദൈവത്തെ ആരാധിച്ചിരുന്നവർ ഒതുങ്ങിയ ഇടങ്ങളിൽ, മാളങ്ങളിൽ, തുരങ്കങ്ങളിൽ ഒരുമിച്ച് കൂടി, പാറപ്പിളർപ്പുകളിൽ ഒരുമിച്ച് കൂടി, ചില കുറ്റിക്കാടുകൾക്കകത്ത് ഒരുമിച്ച് കൂടി അവർ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒതുക്കപ്പെട്ട ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു. ആശുപത്രിക്കകത്ത് കയറ്റാത്തത്, കുടുംബത്തിനകത്ത് കയറ്റാത്തത്, ശരീരത്തിൽ കുഷ്ഠം വന്നാൽ, ത്വക്ക് അഴിഞ്ഞു പോയാൽ, നിന്നെ ഞങ്ങളുടെ ഇടയിൽ വേണ്ട, നീ ഞങ്ങൾക്കൊരു മാരണമാണ്, ഞങ്ങൾക്കൊരു തലവേദനയാണ്, ഞങ്ങൾക്കൊരു ഭാരമാണ്, നീ ദേശം വിട്ടു പോ എന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ച് ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നാണ് യേശുവിൻ്റെ സ്നേഹം സകലരെയും കുട്ടയ്ക്കകത്ത് വാരിക്കൂട്ടുന്നത് പോലെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവന്നത്. അതിൻ്റെ നടുവിൽ ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു, ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, ആർ യു ഫേസിങ് എനി ട്രബിൾ ഓൺ യുവർ ബോഡി? നിങ്ങളുടെ ശരീരത്തിൽ
ദൈവരാജ്യ മഹത്വത്തിനും കർത്താവിൻ്റെ സന്ദേശം അറിയിക്കേണ്ടതിനും ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടതിനും ആത്മനിറവ് പ്രാപിക്കാതിരിക്കേണ്ടതിനും കർത്താവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിന് ഒളിമങ്ങാത്ത വ്യക്തികളുമായി തീരേണ്ടതിന് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും കേടുകളുണ്ടോ? നിങ്ങളുടെ രോഗം നിങ്ങളെ വലയ്ക്കുന്നുണ്ടോ? യേശുവിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണോ? യേശുവിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാൻ നിങ്ങളെ എന്നും കുന്നുമായി, നിങ്ങളെ ഒരു ചവറ് വസ്തുവായി നിങ്ങളെ കൂട്ടിയിട്ട് കത്തിച്ച് കളയാൻ പിശാച് കുടുംബത്തിനകത്ത് മാറ്റിയിട്ടിരിക്കുകയാണോ? അരുത്. കർത്താവായ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വ്യർത്ഥമായി പോകരുത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഭൂതകളോ ബാധകളോ ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആത്മനിറവുള്ള ശുശ്രൂഷകന്മാരോടൊപ്പം തെളിഞ്ഞ മനസ്സോടെ നല്ല ബോധത്തോടു കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്ക്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ നടുവിൽ വസിക്കുന്നു. അവൻ ഭൂതങ്ങളെ പുറത്താക്കും. പടി അടയ്ക്കേണ്ടതും ഭ്രഷ്ട് കൽപ്പിക്കേണ്ടതും ദൈവമക്കളെ അല്ല, ദൈവമക്കളെ കുഴികളിൽ ചാടിക്കുന്ന അശുദ്ധാത്മാക്കളെയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം ചെയ്ത പ്രിയപ്പെട്ടവർ അശുദ്ധാത്മാക്കളിൽ നിന്ന് മോചനം വേണമെന്ന് ആഗ്രഹിച്ചവരാണ്. അല്ലാത്തവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഒരു വ്യക്തി വന്ന് എന്നോട് പറയുകയാണ്, ബ്രദറെ, എൻ്റെ ഭാര്യ എന്നെ വിട്ടുപിരിഞ്ഞിട്ട് 4 വർഷം, എനിക്ക് സഹിക്കാൻ കഴിയാത്ത വേദന, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഭാര്യ വിവാഹത്തിന് ശേഷം എന്നിൽ നിന്ന് ഒരിക്കലും അകന്നിരുന്നിട്ടില്ല. ഒരിക്കലും അകന്നിരിക്കാത്ത എനിക്ക് എൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥനാ വിഷയം പറയുന്ന വ്യക്തിയുടെ ഹൃദയവേദന എങ്ങനെ മനസ്സിലാകും? എനിക്കെങ്ങനെ അവൻ്റെ വേദന എൻ്റെ വേദനയായി സ്വീകരിച്ച് അവരുടെ വിഷയം എൻ്റെ വിഷയമായി ഏറ്റെടുത്ത് തോളോട് തോൾ നിന്ന് എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയരേ, നിങ്ങൾക്ക് തെളിഞ്ഞ മനസ്സുണ്ടാകണം. എവിടെ തെളിഞ്ഞ വെള്ളമുണ്ടോ, എവിടെ തെളിഞ്ഞ മനസ്സുണ്ടോ, അവിടെ മാത്രമേ ശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയുള്ളൂ. ചിലരൊക്കെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരാണ്. കലക്കവെള്ളം എന്ന് പറയുമ്പോൾ ദൈവജനത്തെ കലക്കിക്കളഞ്ഞ് അവരിൽ നിന്നും മീനിനെ പിടിക്കുന്നവരാണ്. ദൈവം അങ്ങനെ അല്ല. നിനക്ക് ഞാൻ നിക്ഷേപം തരാമെന്നാണ് കർത്താവ് ആദ്യം പറയുന്നത്. നിനക്ക് ആദ്യം ഞാൻ നല്ലൊരു ഹൃദയം തരും, അതിനെപ്പറ്റി ബോധമുണ്ടാകും, നിന്നെ വിശ്വാസത്തിൽ ധീരനാക്കും, വീരനാക്കും. നമ്മൾ ഇന്ന് വരെ അറിഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ നമ്മെ ഉയർത്താൻ പര്യാപ്തമല്ലെങ്കിൽ, നമ്മൾ ഇതുവരെ പിന്തുടർന്നിരിക്കുന്ന ആചാരങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തിനവയെ മുറുകെ പിടിച്ചിരിക്കണം? വി ഷുഡ് ത്രോ അവേ. നമ്മുടെ അലമാരയ്ക്കകത്ത് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വസ്ത്രമായി അത് അവിടെ ഹാങ്ങറിൻ്റെ സ്പേസ് നഷ്ടപ്പെടുത്തി കിടക്കുന്നതിനേക്കാൾ അതിനെ വലിച്ചെറിഞ്ഞ് കത്തിച്ച് കളയുക. എന്നിട്ട് ഒരു പുതിയ സ്പേസിന് വേണ്ടി ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു മഹനീയ ഇടമാണ് ഹൃദയമെന്ന് പറയുന്നത്. ഒരു തെളിഞ്ഞ മനസ്സ്, നല്ല ബോധം, ഇവ ഹൃദയത്തിൽ നിന്നൂടെ ഉളവായി വരണം. നമ്മുടെ ഈ ഡയഫ്രത്തിൻ്റെ തൊട്ട് മുകളിനകത്തിരിക്കുന്ന ഞെരുങ്ങിയിരിക്കുന്ന മുഷ്ടി ചുരുട്ടി വെച്ചാൽ ഇത്ര മാത്രമുള്ള ഹൃദയത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. പക്ഷെ പ്രവർത്തനങ്ങൾ ഏകദേശം ഒരുപോലെയാണ്. കാരണം ഈ അകത്ത് ഞെരുങ്ങി ഇത്രയധികം ഇരിക്കുന്ന മോട്ടർ, ഇത് മോട്ടറാണ്. അകത്ത് വരുന്ന രക്തത്തെ പമ്പ് ചെയ്ത് ഉച്ചം തല മുതൽ ഉള്ളംകാരി വരെ കോടിക്കണക്കിന് ദശലക്ഷത്തിൽ വരുന്ന ഓരോ കോശങ്ങളിലേക്കും രക്തം കൊടുത്ത് അവയെ ജീവിപ്പിച്ചു നിർത്തുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം തരുന്ന ഹൃദയത്തിനകത്ത് വസിച്ചാൽ ദൈവത്തിൻ്റെ വചനം ഓരോ നിമിഷവും ആത്മമനുഷ്യൻ്റെ കോശങ്ങൾക്കകത്ത് പമ്പ് ചെയ്ത് നമ്മെ സമചിത്തതയുള്ളവരാക്കി, തെളിഞ്ഞ മനസ്സിന് ഉടമകളാക്കി, വചനം പോസിറ്റീവായി സ്വീകരിക്കാൻ പാകത്തിനും ആത്മാവിൻ്റെ ശക്തി അനുഭവിക്കാനും വേണ്ടി അവിടുന്ന് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് അടുത്തിരുന്ന് ആരെങ്കിലൊക്കെ ശാരീരികമായി ക്ഷീണിച്ചു പോകുന്നെങ്കിൽ ഒന്ന് തട്ടി ഉണർത്തണം. ഇന്നത്തെ നമ്മുടെ പ്രസംഗം വാസ്തവത്തിൽ സുബോധത്തോടും തെളിഞ്ഞ മനസ്സോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തി അക്ഷരികമായി നമ്മുടെ നടുവിൽ വെളിപ്പെടാൻ നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു തെളിഞ്ഞ മനസ്സുണ്ടായിരിക്കണം. അപ്പോൾ ഒരുവൻ കാല് നടക്കാൻ പ്രയാസമായിട്ട് നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരുന്നു. ഉടനെ തന്നെ നമ്മുടെ അകത്ത്, ദൈവമേ എനിക്ക് ആരോഗ്യമുള്ള തുട ദൈവം തന്നു, എഴുന്നേറ്റ് നിൽക്കാൻ എന്നെ പര്യാപ്തനാക്കി. പക്ഷേ ദൈവമേ, അങ്ങ് സൃഷ്ടിച്ചവനാണല്ലോ അദ്ദേഹത്തിന് കഴിയുന്നില്ലല്ലോ. നമ്മളൊരു വാക്ക് പ്രാർത്ഥിക്കുക. ദൈവമല്ല അദ്ദേഹത്തിന് ആ ഒരു അനുവാദം കൊടുത്തിരിക്കുന്നത് എങ്കിൽ പൈശാചിക സ്വാധീനമോ കുടുംബ ബന്ധത്തിനകത്ത് വരുന്ന ശാപമോ കെട്ടുകളോ ആണെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ മധ്യേ അതിനെ അഴിച്ചു കളയുമെന്ന് തന്നെയാണ് നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ദൈവസഭയ്ക്കകത്ത് ആരും കെട്ട് ഇറുകാൻ വേണ്ടി വരുന്നവരല്ല, പിന്നെയോ നമ്മുടെ പ്രാർത്ഥനയുടെ മധ്യേ കെട്ട് അഴിഞ്ഞു പോകേണ്ടവരാണ്.
വിലപിക്കുന്നവർ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് സന്തോഷം കണ്ടെത്തണം. പത്രോസ് പറയുന്നു, നിങ്ങൾ അല്പകാലത്തേക്ക് വ്യസനിക്കുന്നവരാണെങ്കിലും കർത്താവിൻ്റെ വരവിനെ പ്രത്യക്ഷത വെച്ച് നിങ്ങൾ ആനന്ദിച്ചു കൊണ്ടേയിരിക്കണം. എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു വാക്യമാണ്. ദൈവമേ, ദുഃഖത്തിൻ്റെ നടുവിൽ ഒരു മനുഷ്യന് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? വളർത്തി വലുതാക്കിയ മക്കൾ നമ്മുടെ വാക്ക് കേട്ട് അനുസരിക്കാതെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ഹൃദയം കീറുന്നു. ഒരു വലിയ കെട്ടിടം തകർന്നു വീഴുന്നത് പോലെ, പ്രക്ഷുബ്ധത നിറഞ്ഞ ശബ്ദത്തോടുകൂടെ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് പോലെ എൻ്റെ ഹൃദയത്തിനകത്ത് വിശ്വാസവും പ്രത്യാശയും ഒക്കെ ഇടിഞ്ഞു വീഴുന്നു. ഇതിൻ്റെ നടുവിൽ ഞാൻ എങ്ങനെ സന്തോഷിക്കും? യേശുവിനെ നോക്കിയാട്ടെ. തിരമാലകൾ പൊങ്ങി അടിക്കുന്നു, പടക് ഏത് സമയം പൊട്ടിപ്പോകാം. പക്ഷേ അമരക്കാരൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്നു. യേശുവിൽ എത്ര സമാധാനം! ആകാശത്തിന്റെ കീഴെ മനുഷ്യനായി പിറന്ന കർത്താവായ യേശുവിന് നല്ല ബോധമുണ്ടായിരുന്നു, തെളിഞ്ഞ മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ട് താൻ ഉയരങ്ങളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ആമേൻ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഭൂതലത്തിൽ പാർത്തപ്പോൾ ഒരു മനുഷ്യൻ്റെ ഐഹിക കാലത്ത് മുഴുവനും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ മറുപടി കിട്ടിയിട്ടുള്ളൂ. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂതലത്തിലായിരുന്നപ്പോൾ താൻ അപേക്ഷയോട് അപേക്ഷ നടത്തി, കണ്ണുനീരോടെ യാചന നടത്തി, തൻ്റെ അപേക്ഷകൾക്ക് മറുപടി ലഭിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ പ്രബോധിപ്പിക്കുന്നത്, നമ്മൾ ഇന്ന് ഈ പകലിൽ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്കൊരു നല്ല ബോധം പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കണം, ഒരു തെളിഞ്ഞ മനസ്സ് നമുക്ക് പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കണം. നമുക്ക് ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഓക്കെ, 1 പത്രോസ് 4:7. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ഈ എന്നാൽ എന്ന് പറയുന്ന ബ്രിഡ്ജിങ് വേർഡ് അവിടെ വന്നിരിക്കുന്നതിൻ്റെ കാരണം താൻ 1 മുതൽ 3 വരെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അത് ഞാനൊന്ന് ലഘുവായിട്ട് പറയാം. യേശുവിൻ്റെ വാക്കിൽ യേശു പറഞ്ഞു, എൻ്റെ വരവിങ്കൽ മനുഷ്യർ വാസ്തവത്തിൽ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും കാണും, എന്നെ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും കാണും. യേശു പറഞ്ഞു, എൻ്റെ വരവ് നോഹയുടെ കാലം പോലെ ആയിത്തീരും. നമുക്ക് ചിന്തിക്കാം, നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചു? യേശു പറഞ്ഞു, അവർ ആഹാരം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചവരായിരുന്നു. 1. 2, അവർ പാനീയങ്ങൾ കുടിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു. 3, അവർ വിവാഹ ബന്ധങ്ങളിൽ പുതിയ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഭക്ഷണത്തിനോടുള്ള അമിതമായ ആർത്തി ഒരു മനുഷ്യൻ ഉണ്ടാകുന്നെങ്കിൽ വാസ്തവമായിട്ടും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അത് മുടക്കമുണ്ടാകും. ഇത് ഉപവാസ പ്രാർത്ഥനയുടെ മധ്യയാണ്. ഉപവാസം എന്നതുകൊണ്ട് ബൈബിൾ അർത്ഥമാക്കുന്നത് നമുക്ക് ജീവനെ തരാൻ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ഭക്ഷണത്തെ ഒരല്പസമയത്തേക്ക് വയറിന് റെസ്റ്റ് കൊടുത്ത് മാറ്റിവെച്ച്, ദൈവമേ, അങ്ങയുടെ വചനം എൻ്റെ ഭക്ഷണമാണെന്നും അങ്ങയുടെ ആത്മാവ് എനിക്ക് നല്ല ആരോഗ്യമാണെന്നും അങ്ങയുടെ ആത്മനിറവ് എന്നെ മുന്നോട്ട് നയിക്കാനുള്ള ദൈവത്തിൻ്റെ ചാലക വസ്തുവാണ് എന്നും മനസ്സിലാക്കി താഴ്മയോടെ നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ മുഖപ്രകാശം അന്വേഷിച്ചു വരേണ്ട സമയമാണ് ഉപവാസം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ നമ്മൾ ഭക്ഷണം മാറ്റിവെക്കാൻ തയ്യാറാകണം. നിങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ചിലരൊക്കെ ശരീരത്തിൽ ഭയങ്കരമായ രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, മെഡിസിനുകൾ മെഡിസിനിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കാല് ചവിട്ടണം, ശ്രദ്ധയോടുകൂടെ. ചിലർക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് ശരീരത്തിൽ നല്ല ആരോഗ്യമുണ്ട്. ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കാല് ചവിട്ടണം. ഭക്ഷണം നീക്കിവെച്ച് ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിടുതലുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരു 10 ആഴ്ചയോ 12 ആഴ്ചയോ 10 ദിവസമോ 12 ദിവസമോ 15 ദിവസമോ ഒക്കെ മാത്രമായിരിക്കും നമ്മൾ ഭക്ഷണം മാറ്റി വയ്ക്കുന്നത്. ബാക്കിയുള്ള 300 ദിവസങ്ങളിലും നാം ഭക്ഷണം കഴിക്കുന്നവരാണ്. കർത്താവ് പറയുന്നു, നിന്നിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത് കേവലം 10-15 ദിവസങ്ങൾ മാത്രമാണ്. ആ ദിവസമെങ്കിലും നീ ഭക്ഷണം മാറ്റിവെച്ച് ഞാൻ തന്നെ നിനക്ക് ഭക്ഷണമാണ് എന്നുള്ള വലിയ താല്പര്യത്തോടു കൂടെ എന്നിൽ നിന്നും പ്രാപിക്കാൻ വന്നിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുക. നോക്കൂ, അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഭയങ്കരമായി കൊതിക്കുന്നവർ എപ്പോഴും കുടിക്കണം, എന്തെങ്കിലുമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കണം. ഷേക്ക് കുടിക്കണം. നമ്മൾ പൂജപ്പുര ചെന്ന് കഴിഞ്ഞാൽ 101 വിവിധ തരം ഷേക്കുകൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കും. കരിക്ക്, ചക്ക, മാങ്ങ, എല്ലാ സംഗതികളും കടക്കകത്ത് എന്തെല്ലാം സംഗതിയുണ്ട് അതെല്ലാം അവർ അടിച്ച് ഷേക്കാക്കിയിട്ടുണ്ട്. നോക്കൂ, അപ്പം ചിലരെ സംബന്ധിച്ച് വയറൊക്കെ നിറഞ്ഞിരുന്നാലും ചില സാധനങ്ങൾ കാണുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ കൊള്ളാം എന്നൊരാഗ്രഹം സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകും. കുടിച്ച് വയറ് നിറഞ്ഞിരുന്നാലും എന്നാലും എന്തായിരിക്കും അതിൻ്റെ രുചി? ചിലർ പറയാറുണ്ട്, എനിക്കത് വാങ്ങിക്കും. അപ്പം നമ്മൾ പറയും, മുഴുവൻ കുടിക്കോ?
ഇല്ല, ഞാൻ അല്പം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ, ബാക്കി നിങ്ങൾ കുടിച്ചോളാം. എടി, ഞാൻ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ കുടിച്ചോളും. നീ എന്തിനാണ് മുഴുവൻ വാങ്ങിച്ച് അല്പം നക്കി എനിക്ക് തരുന്നത്? ചില സഹോദരിമാരും സഹോദരന്മാരും അങ്ങനെയാണ്. നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ വയറ് നിറയ്ക്കണം, വയറ് നിറയ്ക്കണം, വയറ് നിറയ്ക്കണം, വയറ് നിറയ്ക്കണം എന്ന ചിന്ത നമ്മെ മരിപ്പിക്കും, നമ്മെ രക്ഷിക്കില്ല, നമുക്ക് ജീവനെ തരില്ല. എന്നാൽ ദൈവത്തിന് വേണ്ടി ഞാൻ എൻ്റെ വയർ അല്പസമയത്തേക്ക് ശൂന്യമാക്കുന്നു. നിറയേണ്ടത് ദൈവമാണ്. പണ്ട് സമാഗമന കൂടാരത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞതുപോലെ പോരാ, മരുഭൂമിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞതുപോലെ പോരാ, മാളിക മുറിക്കകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞ പോലെ അതും പോരാ, പത്മോസിൻ്റെ പാറക്കെട്ടിൻ്റെ മുകളിൽ ശൂന്യമാക്കപ്പെട്ടവനായി ഇരുന്നവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ പ്രത്യക്ഷത വന്നു നിറഞ്ഞതുപോലെ അതും പോരാ, 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയും ആത്മാർത്ഥമായി വാഞ്ചിക്കുന്ന ഹൃദയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്ന് നിറയുന്നത് പോലെ എന്നിലും നിറയണം എന്നുള്ള ഒരു വലിയ താല്പര്യമാണ് ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടത്. അതിന് നമുക്ക് നല്ല ബോധമുണ്ടാകണം, തെളിഞ്ഞ മനസ്സുണ്ടാകണം. എന്നാൽ എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത് കഴിച്ചും കുടിച്ചും കൊടുത്തും ഉള്ള നമ്മുടെ സ്വഭാവത്തിന് ഒരു അല്പസമയം ബ്രേക്ക് ഇടണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അവിടെ തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ലോകത്തെ കണ്ട് പഠിക്കരുത്, നിങ്ങൾ വെറിക്കൂത്തുകൾ ചെയ്യരുത്, ഈ മാദക നൃത്തങ്ങളൊന്നും ചെയ്യുക. അതാണ് വെറിക്കൂത്ത് എന്നുള്ളതിൻ്റെ മലയാള പദം. മാദക നൃത്തങ്ങൾക്ക് നിങ്ങൾ കൈ കൊടുക്കരുത്, ലോകത്തിൻ്റെ ഇൻപങ്ങളിലേക്ക് പോകരുത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടോ, ഇന്ന് രാവിലെ രാകേഷ് ബ്രദർ പറഞ്ഞു, പിന്നെ പലരും ചലച്ചിത്രങ്ങൾ കണ്ടും ബീച്ചിൽ പോയി ആഘോഷിച്ചും ഒക്കെ പുതുവർഷത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. ഈ ചലച്ചിത്രം നിങ്ങൾ കാണാൻ പോകരുത് എന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ പറയാനുള്ള കാരണം എന്നറിയാമോ? പോകരുത്, ടി വിയിലൊക്കെ വരുമ്പോഴും യൂട്യൂബിലും വരുമ്പോഴും ഒന്നും കാണുകയും ചെയ്യരുത് എന്ന് പറയുന്നതിന് കാരണം വേറൊന്നുമല്ല. ഇങ്ങനെയുള്ള ലോകം നമ്മുടെ മുമ്പിൽ ദൈവത്തിൽ നിന്ന് അകറ്റാൻ വെച്ചിരിക്കുന്ന എല്ലാ സംഗതികളും നമ്മുടെ പാപത്തെ ഉണർത്തും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നിങ്ങൾ ഈ ചലച്ചിത്രങ്ങളുടെ ഒരു 5 വർഷങ്ങൾക്ക് ശേഷം വന്ന മിക്ക ഹിറ്റായ ചിത്രങ്ങളുടെയും പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചാൽ എല്ലാത്തിലും ബ്ലഡ് ബാത്താണ്, രക്തക്കുളി, വെട്ട്, കുത്ത്, അറുപ്പ്, പിന്നെ 4 പേര് ഒരുമിച്ച് ചേർന്ന് ഒരുത്തനെ കൊത്തുന്നു, ഒരുത്തനെ ഒറ്റയ്ക്ക് കഴുത്ത് വെട്ടുന്നു. അപ്പോൾ ഈ വെട്ടി 5 വർഷം കഴിഞ്ഞപ്പം നമുക്ക് വാർത്ത കേൾക്കുന്നു, 5 പേർ പാലാരിവട്ടത്ത് 4 പേരെ വെട്ടിക്കൊന്നു, മറ്റവൻ ഇന്നടുത്ത് ഇന്നത് ചെയ്തു. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പാപത്തെ മരിപ്പിച്ച് ദൈവാത്മാവിനെ ഉണർത്തി ജീവിക്കുന്നവരാണ്. മനസ്സിലായില്ല? യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു, പാപത്തിന്റെ വിത്ത് നിങ്ങൾ ജീവൻ കൊടുക്കാൻ അനുവദിക്കരുത്. മനസ്സിലായില്ല? പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചവർ പാപത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിൽ ആണിയടിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ദൈവവചനത്തിലേക്കും ക്രിസ്തുവിൻ്റെ മുഖത്തിലേക്കും മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ മറ്റുള്ളവയെല്ലാം നമ്മുടെ പാപത്തെ ഉണർത്തും, പാപ സ്വഭാവം നമ്മളിൽ കൊണ്ടുവരും, അനാവശ്യമായ മോഹങ്ങൾ കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള നമ്മുടെ സുബോധം, നമ്മുടെ തെളിഞ്ഞ മനസ്സ് നഷ്ടമായി പോകും എന്നുള്ളതാണ് നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു പ്രത്യേക ലഹരിയുണ്ട്. ആ ലഹരി പിടിക്കാൻ നമ്മൾ തയ്യാറാകണം. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മദ്യം കുടിച്ചും വീഞ്ഞു കുടിച്ചും ലഹരി പിടിക്കുന്നവരാകരുത്. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ആത്മാവിൽ ലഹരി പിടിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ലഹരി പിടിച്ച് ഇങ്ങനെ മറിയുന്നൊരവസ്ഥയല്ല പറയുന്നത്. നിങ്ങൾ ദൈവാത്മാവിൽ സന്തോഷം കണ്ടെത്തണം, വചനത്തിൽ സന്തോഷം കണ്ടെത്തണം. പെട്ടെന്നൊരു പ്രയാസമുണ്ടായാൽ ഓടി നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരണം. ഉപവാസ പ്രാർത്ഥനകൾ വാസ്തവത്തിൽ ദൈവത്തെ സമീപിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സഭ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്താ ആവശ്യം എന്ന് പകലിൽ? നല്ല ബോധവും തെളിഞ്ഞ മനസ്സും. എന്തിനാണ്? പ്രാർത്ഥിക്കാൻ. അടുത്തിരിക്കുന്ന തൊട്ട് പറഞ്ഞ ചിലരൊക്കെ അങ്ങ് ഡീപ് സ്ലീപ്പിലേക്ക് പോയി. നമുക്ക് അവരെ ഉണർത്തിക്കൊണ്ടുവരാം. എന്നിട്ട് പറഞ്ഞേ, ബോധത്തോടെ ഇരുന്നാട്ടെ, തെളിഞ്ഞ മനസ്സോടെ ഇരുന്നാട്ടെ. ദൈവത്തിന് മഹത്വം. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കർത്താവേ, എന്തിനാ ഈ കാഹളം ധ്വനിപ്പിക്കുന്നത്? ചിലരൊക്കെ ആടവേറിയ സ്ലീപ്പിലാണ്, ഉറക്കത്തിലാണ്. അവരെ മുഴുവൻ ഇളക്കണമെങ്കിൽ ഈ വലിയ ശബ്ദം പുറപ്പെടുവിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഓക്കെ, എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. 1-ാം നൂറ്റാണ്ട് മുതലുള്ള എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരും അവർ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിച്ചപ്പോൾ യേശുവിൻ്റെ മടങ്ങി വരവ് ചേർത്ത് പ്രസംഗിച്ചിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളിലെ എല്ലാ പ്രസംഗങ്ങളും നിങ്ങൾ പരിശോധിച്ചാലും, ലേഖനങ്ങളിലെ എല്ലാ ലേഖന ഭാഗങ്ങൾ നിങ്ങൾ പരിശോധിച്ചാലും കർത്താവായ യേശുവിൻ്റെ മടങ്ങി വരവ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം? യേശുവിൻ്റെ മടങ്ങി വരവിനെ ലക്ഷ്യമാക്കി ജീവിക്കണം. ഒരു ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, ദൈവമേ ഇന്ന് എൻ്റെ കർത്താവ് മടങ്ങി വന്നിട്ടില്ല. അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോൾ, ദൈവമേ ഇന്ന് എൻ്റെ കർത്താവ് മടങ്ങി വന്നിട്ടില്ല. യേശുവിൻ്റെ മടങ്ങി വരവ് ലക്ഷ്യമാക്കി ജീവിക്കുന്നവനെയാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കുവാനായിട്ട് കഴിയുന്നത്. നോക്ക്,
ഇവിടെ ശ്രദ്ധിക്കൂ, അവിടെ ശ്രദ്ധിക്കും. ദൈവത്തിൻ്റെ മഹത്വം. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ പത്രോസ് ഇത് ദൈവസഭയെ എഴുതി അറിയിക്കുമ്പോൾ, നിങ്ങൾ 1-ാമത്തെ വാക്യം പരിശോധിച്ച് കഴിഞ്ഞാൽ, ഏഷ്യ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പ്രദേശത്തുള്ള ജനങ്ങളോടാണ് ഇത് അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറയുന്നു, പൊന്തോസിലും ഗലാത്യയിലും അവിടെ കപ്പദോക്യയിലും അവിടെയും ഇവിടെയും ഒന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഭാഗം ഞാനിങ്ങനെ മാപ്പ് എടുത്ത് വെച്ച് പരിശോധിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ആ ഒരു നഗരത്തിലുള്ള സകല വ്യക്തികളെയും അദ്ദേഹം ഇത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, ഇന്ന് ഒരുവൻ ലെറ്റർ എഴുതിയാൽ കാശ്മീരിലുള്ളവരോടും ഗുജറാത്തിലുള്ളവരോടും മിസോറാമിലുള്ളവരോടും തമിഴ്നാട് കന്യാകുമാരിയിലുള്ളവരോടും ഞാൻ എഴുതി അറിയിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇന്ത്യയുടെ മാപ്പ് മുഴുവനും തൊട്ടു എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേക സമൂഹത്തിന് വേണ്ടി മാത്രം വായിക്കാനുള്ളതല്ല. ഇത് സാർവത്രികമായി, ആഗോളപരമായി, ഇത് ചാക്രികമായി പൊയ്ക്കൊണ്ടേയിരിക്കണം. സകല വ്യക്തികളും ഈ ആത്മപ്രബോധനം മനസ്സിലാക്കി അവരുടെ പ്രാർത്ഥനാ ജീവിതം ക്രമീകരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പത്രോസിനെ ഈ പ്രബോധനം എഴുതി അറിയിക്കുമ്പോൾ അന്നത്തെ സഭ ഭയങ്കരമായ കഷ്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കഷ്ടമെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന കഷ്ടമല്ല. യേശുവിൻ്റെ വാക്കിൽ പറഞ്ഞാൽ ഇതുവരെ ലോകത്ത് സംഭവിക്കാത്ത വലിയ ദുരിതം എന്ന് വെച്ചാൽ, പാല് വാങ്ങാൻ പോലും കഴിയാതെ ക്രിസ്ത്യാനികളുടെ മക്കളൊക്കെ മുമ്പിൽ പട്ടിണി കിടന്ന് വലിഞ്ഞ് ചാകുന്നൊരവസ്ഥ വരും കാലത്തുണ്ടാകും എന്ന് പറയുന്നു. അതുകൊണ്ടാണ് വിശ്വാസത്യാഗം സംഭവിക്കുന്നത്. ദൈവമേ, എൻ്റെ കുട്ടിക്ക് ഒരു കവർ പാല് വാങ്ങിച്ചു കൊടുത്താലും കുഴപ്പമില്ല, യേശുവിനെ തള്ളിപ്പറയാൻ എനിക്കൊരു മടിയുമില്ല എന്ന് പറയുന്ന ഒരു സമൂഹം വരും കാലത്ത് ഉണ്ടാകും എന്ന് പറയുന്നു. അവർ ഗ്രോസറി സ്റ്റോറിൽ പോകും, മുട്ടയും പാലും ഒക്കെ വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ ക്രിസ്ത്യാനിയാണെങ്കിൽ നിനക്ക് സാധന സാമഗ്രി തരികയില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക നാളുണ്ട്. അന്ന് എനിക്ക് ആഹാര സാധനം കിട്ടിയാൽ മതി, കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി, ബന്ധങ്ങൾ എനിക്ക് ഉണ്ടായാൽ മതി, യേശുവിനെയൊക്കെ തള്ളിപ്പറയുന്നത് വളരെ നിസ്സാരം എന്ന് പറയുന്ന ഒരു പ്രത്യേക ജനത ഭൂമിയിൽ ഉടലെടുത്ത് വരും എന്ന് യേശു പ്രവചനാത്മാവിൽ പറയുകയുണ്ടായി. ഇന്നേക്ക് 2 ആഴ്ചകൾക്ക് മുമ്പ് ബീഹാറിൽ ഒരു സഹോദരൻ്റെ ഗർഭിണിയായ ഭാര്യയെ പിടിച്ചു നിർത്തി കഴുത്തിൽ കത്തിയും കുറുവടിയുമൊക്കെ വെച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ കുത്തി നിൻ്റെ അകത്ത് കിടക്കുന്ന കൊച്ചിനെ ഞങ്ങൾ പുറത്തിടും, യേശുവിനെ തള്ളി പറയണം. പാവം സഹോദരൻ. അദ്ദേഹം കയ്യിലിരുന്ന ബൈബിൾ താഴെയിട്ട് ബൈബിളിൻ്റെ പുറത്ത് കയറി നിന്ന് 4 ചവിട്ടി ശ്രീറാമ വിളിച്ചു. എന്നിട്ട് ഭാര്യയുടെ നെറുകം തലയിൽ ഒരു വലിയ സിന്ദൂരവും അടിച്ചു കൊടുത്തു. 2 ആഴ്ചകൾക്ക് മുമ്പ് ബീഹാറിൽ നടന്നതാണ്. അപ്പോൾ ഇങ്ങനെ വൈകാരികമായി സഹോദരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസത്തിന് ത്യാഗം സംഭവിക്കാൻ നോക്കും. എന്നാൽ അന്നും ഗ്രഹാം സ്റ്റെയിനെ പോലുള്ള ആൾക്കാരുണ്ടാകും. അന്നും ഡേവിഡ് പൗലൂസിനെ പോലുള്ള പാസ്റ്റേഴ്സ് ഉണ്ടാകും. മക്കൾക്ക് പാല് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലും ബ്രെഡ് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കർത്താവിനെ തള്ളി പറയില്ല. വഴിയരികിൽ കിടക്കുന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ വാരി തിന്നാലും കുഴപ്പമില്ല, കർത്താവിനെ തള്ളി പറയുകയില്ല. ഗ്രഹാം സ്റ്റെയിൻ്റെ മുമ്പിൽ 2 അരുമ കുഞ്ഞുങ്ങൾ തീയിൽ വെന്ത് മരിക്കുമ്പോൾ അദ്ദേഹം പാടി, പേർ വിളിക്കുന്ന നേരം നമ്മൾ കാണും മക്കളെ. ഒരു മനുഷ്യന് ഇഹലോകത്ത് സഹിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ജീവനോടെ ചുടുക എന്നുള്ളതാണ്. 2ാമത്തെ വേദന എന്ന് പറയുന്നത് ഒരു അമ്മയുടെ പ്രസവമാണ്. ലോകത്ത് ഒരു മനുഷ്യന് സഹിക്കാവുന്നതിനുമുള്ള ഏറ്റവും അപ്പുറത്തുള്ള വേദന, ഒരു മനുഷ്യൻ ബോധത്തോടുകൂടെ ഇരിക്കുമ്പോൾ അവൻ്റെ ശരീരം തീയിൽ വെന്തഴിയുക എന്നുള്ളതാണ്. ഗ്രഹാം സ്റ്റെയിൻ എന്ന അഭിഷിക്തൻ തൻ്റെ 2 പിഞ്ചു മക്കളെയും വാനിനകത്തിട്ട് വിശ്വഹിന്ദു പരിഷത്തിലെ ഗുണ്ടകൾ വിളികട ശ്രീറാം എന്ന് പറഞ്ഞ്, ക്ഷമിക്കണം കേട്ടോ, കൊച്ചുകുട്ടികളുണ്ട്, വിളിയട ശ്രീറാം എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ച് ഗ്യാസോലൈൻ പെട്രോൾ തലയിൽ കൂടെ ഒഴിച്ച് ചുട്ടുകരിക്കുമ്പം ആത്മനിറവുള്ള തെളിഞ്ഞ ബുദ്ധിയുള്ള നല്ല ബോധമുള്ളവൻ വിളിച്ചുപാടി, പേർ വിളിക്കുന്ന നേരം ഞാൻ എൻ്റെ പ്രിയനെ കാണാം. ആമേൻ. അതിനാണ് തെളിഞ്ഞ ബുദ്ധി വേണമെന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ക്രിസ്ത്യാനിയായി എന്നതുകൊണ്ട് നാളെ സർക്കാർ നമ്മളെ തള്ളിപ്പറയും. നമുക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും തള്ളിപ്പറയും. നമ്മൾ ദൈവത്തെ തള്ളിപ്പറയോ എന്നുള്ളതാണ് വാസ്തവമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, യേശുവിൻ്റെ വാക്കിൽ പറഞ്ഞാൽ ഇന്നുവരെ ലോകം കണ്ടില്ലാത്ത വലിയ ദുരിതമുണ്ടാകും. ആ കാലഘട്ടത്തിലും നമ്മുടെ യേശുവിലുള്ള വിശ്വാസം മുറുകെ പിടിക്കേണ്ടതിന് നമുക്ക് നല്ല ബോധവും തെളിഞ്ഞ മനസ്സും ഉണ്ടായിരിക്കണം. പത്രോസ് എഴുതി അറിയിച്ച ദൈവസഭ കടന്നുപോയത് അഗ്നിശോധന പോലുള്ള പരീക്ഷകളാണ്. ക്രിസ്തു നിമിത്തം നിന്ന അനുഭവിച്ചവരാണ്. അവർ വിവിധ പരീക്ഷകൾ അനുഭവിച്ച് ദുഃഖിച്ചിരിക്കുന്നവരാണ്. വിശ്വാസത്തിൻ്റെ വിലയേറിയ പരിശോധന അനുഭവിച്ച് ഹൃദയം നൊന്തുപോയവരാണ്. അവർ ഭൂമിയിൽ ഉണ്ടെന്ന് പോലും മറ്റുള്ളവർക്ക് അറിവില്ല. അന്യന്മാരും പ്രവാസികളുമായി തീർന്നവർ. ഇവർ ദുഷ്പ്രവർത്തിക്കാരാണ്. കർത്താവ് നേരത്തെ പ്രിയ സനീഷ് പറഞ്ഞതുപോലെ സിറ്റി ചർച്ച് എന്ന് പറയുന്നത് ദുഷ്പ്രവൃത്തിയുടെ ഇടമാണ് എന്ന് പറഞ്ഞ് ഒരു കാലഘട്ടത്തിൽ അപവാദം പരത്തിയതുപോലെ 1-ാം നൂറ്റാണ്ടിലെ ദൈവത്തിൻ്റെ സഭ ദുഷ്പ്രവർത്തിക്കാരാണ്, ഇവന്മാർ ചോരകുടിയന്മാരാണ് എന്ന് പറഞ്ഞ് പരത്തി. ചർച്ച് ഹിസ്റ്ററിയിൽ എഴുതിയിരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ റോമൻ ഗവൺമെൻറ്റിനോട് ചിലർ ചെന്ന് പറഞ്ഞു, ഇവന്മാർ ചോരകുടിയന്മാരാണ്, ഇവർ മനുഷ്യ മാംസം തിന്നുന്നവരാണ്,
ദേ ആർ കന്നിബലിസ്റ്റ്. നമ്മളെന്താ ചോര കുടി എന്ന് പറഞ്ഞ് അർത്ഥമാക്കിയെന്നറിയാമോ? നമ്മൾ അപ്പം എടുത്ത് വീഞ്ഞു വെച്ചിട്ട് ഇത് കർത്താവ് യേശുവിൻ്റെ രക്തത്തിന് സാദൃശ്യം, യേശുവിൻ്റെ മാംസത്തിന് സാദൃശ്യം എന്ന് പറഞ്ഞ് വിശുദ്ധിയും പവിത്രതയോടുകൂടെ നാം സമീപിക്കുന്ന കർത്താവിൻ്റെ മേശയെ ലോകത്തുള്ള ദുഷ്ടമനുഷ്യർ കണ്ടു മനുഷ്യർ പറഞ്ഞത് ഇവന്മാർ നരഭോജികളാണ് എന്ന് പറഞ്ഞ് പരത്തി. മാത്രമല്ല ഇവർ സ്വവർഗാനുരാഗികളാണ്, പെണ്ണും അവലക്ഷണം ചെയ്യുന്നവരാണ്, ആണും അവലക്ഷണം ചെയ്യുന്നവരാണ്. എൻ്റെ ചർച്ച ഹിസ്റ്ററി പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ നല്ല അടിവരായിട്ട് എഴുതിയിട്ടുണ്ട്. ആഹാ, ദൈവത്തിൻ്റെ സഭ എത്ര കഠിനമായ ശോധനയിലൂടെ ജയിച്ചു മുന്നേറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്നറിയാമോ? നമ്മൾ പറയില്ലേ സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിലും സ്നേഹചുംബനം ചെയ്താട്ടെ എന്ന് പറഞ്ഞില്ലേ? അപ്പം വെളിയിൽ നിന്ന് കണ്ടവന്മാർ കണ്ടാ പുരുഷന്മാർ പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു, സഹോദരിമാർ പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. ഇത് അവലക്ഷണം പിടിച്ച സഭ തന്നെ. ഇവന്മാരെ നാട്ടിൽ നിന്ന് ഓടിക്കണം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിൽ തെളിഞ്ഞ ബുദ്ധിയും നല്ല ബോധത്തോടും കൂടെ ഇതിനകത്ത് പിന്നെ മാനസാന്തരപ്പെട്ട് വന്നവരുണ്ട്. അവർ പിന്നത്തേതിൽ പ്രഖ്യാപിച്ചു, അല്ലല്ല, ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിമിത്തം ഞങ്ങൾ കൂട്ടായ്മ ബന്ധം ആചരിക്കുന്നതാണ് എന്നുള്ളത്. ഇങ്ങനെ 1-ാം നൂറ്റാണ്ടിലെ ദൈവത്തിൻ്റെ സഭ പഴി, ദുഷി, അന്യായം, ദുഃഖം എന്നിവ കടന്നുപോയി. മാത്രമല്ല ഇവർക്ക് ഭീഷണികൾ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല ഇന്ന് എത്ര പേർ ഭീഷണി സ്വരത്തെ വകവയ്ക്കാതെ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന്. ചില സഹോദരന്മാരുണ്ടാകും, സഹോദരിമാർ എത്ര തന്നെ ആലയത്തിലേക്ക് ക്ഷണിച്ചാലും പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാലും അവർ ഭയങ്കരമായ ഭീഷണിയാണ്. ഇന്നലെ ഒരു സഹോദരി പറയുകയുണ്ടായി, എൻ്റെ ഭർത്താവിന് ആലയത്തിൽ വരണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ വാഹനം കേടുപറ്റി, അദ്ദേഹം കേട് തീർത്താൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം പറയുന്നൊരു ഭീഷണി സ്വരമാണ്. അപ്പം നാളെ അദ്ദേഹം സഭയിൽ വന്നില്ല, ഭാര്യയും മക്കളും കൂടെ ചോദിക്കും, അച്ഛാ എന്തുകൊണ്ട് ആരാധനയ്ക്ക് വന്നില്ല? എൻ്റെ കേട് മാറ്റി തന്നില്ലല്ലോ, അതുകൊണ്ട് നിന്റെ ദൈവവും വേണ്ട, ഒന്നും വേണ്ട, പോ. ഉണ്ടോ? ഇനി ചില സഹോദരിമാർ ഭീഷണികൾ അനുഭവിക്കുന്നുണ്ട് ഭവനത്തിനകത്ത്. ഭർത്താക്കന്മാർ പറയും, നീ ഇതിനകത്തുനിന്ന് പ്രാർത്ഥനയ്ക്കെന്നും പറഞ്ഞ്, മനസ്സിലായില്ലേ? ഭീഷണി. ചില മക്കളോട് ഭീഷണിപ്പെടുത്തും. അപ്പോൾ ഇങ്ങനെ ഭീഷണി വാക്കുകളിലൂടെ കടന്നുപോയവരാണ് 1-ാം നൂറ്റാണ്ടിലെ ജനത. അവരോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥനയിൽ നല്ല ബോധമുള്ളവരായിരിക്കണം, പ്രാർത്ഥനയിൽ തെളിഞ്ഞ മനസ്സുള്ളവരായിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു യുദ്ധ ജീവിതമാണ്. നമുക്ക് യുദ്ധമുണ്ട്, നമുക്ക് പോരാട്ടമുണ്ട്, നമുക്ക് അടിയുണ്ട്, പിടിയുണ്ട്. പക്ഷെ മനുഷ്യരോടല്ല. നമ്മൾ അടിക്കേണ്ടതും നമ്മൾ പിടിക്കേണ്ടതും നമ്മൾ പുറത്താക്കേണ്ടതും നമ്മൾ എതിർത്ത് നിൽക്കേണ്ടതും മാംസവും രക്തവുമുള്ള മനുഷ്യരോടല്ല, മാംസവും രക്തവും ഇല്ലാത്ത പൈശാചിക സേനയോടാണ്. ആത്മമനുഷ്യൻ ആത്മതലങ്ങളിൽ പൈശാചികന്മാരെ പുറത്താക്കുന്ന ഒരു അനുഗ്രഹീത ശുശ്രൂഷ ദൈവം നമ്മുടെ മേൽ തന്നിട്ടുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എത്ര പേർ ആ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്? നമ്മുടെ വിരോധിയും നമ്മുടെ എതിരാളിയും നമ്മുടെ ശത്രുവുമായിരിക്കുന്ന പിശാച് അമ്പരപ്പിക്കുന്ന ചാട്ടങ്ങളുമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അമ്പരപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ നാം പ്രതീക്ഷിക്കാത്ത ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളില്ലേ, അത് പിശാചിൻ്റെ ചില ചാട്ടങ്ങളാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അപ്രതീക്ഷിതമായ ജീവിതത്തിനകത്ത് വന്നൊരു കുത്ത്. അയ്യോ, ഞാൻ ഒട്ടും കരുതിയില്ലല്ലോ. നന്നായി പോയ കുടുംബം, നന്നായി പോയ ജോലി, നന്നായി കിട്ടിയ സമ്പത്ത്, നന്നായിരുന്ന എൻ്റെ ആരോഗ്യം, നന്നായി ഒരുമിച്ചിരുന്നവർ. ഈ ഇടയ്ക്ക് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ വിവാഹം ചെയ്തു വന്നതിന് ശേഷം എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും തമ്മിൽ ഭയങ്കരമായ വാക്കുതർക്കം. ഇപ്പോഴുള്ള കാര്യമല്ല, വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യം ഈ ഇടയ്ക്ക് ഒരു സഹോദരൻ പറഞ്ഞതാണ്. ഞാൻ ശുശ്രൂഷയെ കഴിഞ്ഞ് വീട്ടിനകത്ത് വന്ന് കയറുമ്പോൾ എനിക്കൊരു സ്വസ്ഥതയില്ല. ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, നോർത്ത് ആൻഡ് സൗത്ത്. എനിക്ക് ഇവരെ പിടിക്കണം, എനിക്ക് അവരെ പിടിക്കണം, എനിക്ക് ഒന്നായി ചേർത്ത് കൊണ്ടുപോകണം. ഞാൻ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെട്ടു. കർത്താവിൻ്റെ വേലയിൽ നിൽക്കണം, വീട്ടിൽ വന്ന് ഈ വേല ഇവർ വയ്ക്കുന്ന വേലയും ഞാൻ വായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലയും വേല വെപ്പും വീടിനകത്ത്. നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം ആകെപ്പാടെ ബുദ്ധിമുട്ടി. അദ്ദേഹത്തിൻ്റെ ഹൃദയം നൊന്നുപോയി. ദൈവമേ, ഞാൻ എന്തിനു കിടന്ന് കഷ്ടപ്പെടുന്നു? അല്ലെങ്കിൽ ഇവരൊരു സമചിത്തതയിലോട്ട് വരണ്ടേ, ഇവർക്കൊരു തെളിഞ്ഞ ബുദ്ധി ഉണ്ടാവണ്ടേ, ഇവർ പരസ്പരം സംസാരിച്ച് നല്ല ബോധത്തിലോട്ട് വരണ്ടേ. ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? താൻ ഉയർത്തിപ്പിടിക്കുന്ന തൻ്റെ വചന പുസ്തകം താൻ കൈവച്ചിട്ട് രണ്ടുപേരെടുത്തും പറഞ്ഞു, മാതാവിനോട് പറയും, നിങ്ങൾ മുഖാന്തരമാണ് ഞാൻ ഈ പുസ്തകം എടുത്തത്, നിങ്ങൾ മുഖാന്തരം പുസ്തകം താഴെ വയ്ക്കാൻ ഇട വരുത്തരുത്. അപ്പം അമ്മ ഞെട്ടി, എൻ്റെ പിള്ള തെറ്റി പോകും. അടുത്ത ഭാര്യയോട്, പിന്നെ അദ്ദേഹം പറഞ്ഞില്ല എന്ന് തോന്നുന്നു, ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം. ഈ വചനത്തോട് അനുസരണമുള്ളവനായതുകൊണ്ടാണ് ആ സ്ത്രീയെ ഭാര്യയായിട്ട് അദ്ദേഹം സ്വീകരിച്ചത് പോലും. വചനം താഴെ വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം തന്നെ ചിലപ്പോൾ മാനസികമായി അകന്നു എന്ന് വരും. അപ്പം അതിനും ഇട വരുത്താൻ പാടില്ല. അപ്പം രണ്ട് സഹോദരിമാരും നല്ല മനസ്സോടെ
സുബോധത്തോടുകൂടെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ കാര്യം മനസ്സിലായി, ശരിയാണ്. അന്ന് തൊട്ട് അദ്ദേഹത്തിൻ്റെ വാക്കിൽ എന്നോട് പറഞ്ഞ്, ബ്രദറെ എല്ലാം സോൾവായി കേട്ടാ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതുപോലെ സോൾവ് ആവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് നല്ല ബോധം, തെളിഞ്ഞ മനസ്സ്. അടുത്തിരിക്കുന്നത് പറഞ്ഞേ, നല്ല ബോധം, തെളിഞ്ഞ മനസ്സ്. എൻ്റെ സഹോദരൻ, നിങ്ങളെ എങ്ങനെ തട്ടി താഴെ ഇരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് ചുറ്റി തിരഞ്ഞു നടക്കുകയാണ്. എൻ്റെ സഹോദരി, നിങ്ങളെ എങ്ങനെ കാലടികൾക്ക് ഒരു ഇടർച്ച വെച്ച് നിങ്ങളെ മറിച്ചിരട്ടെ, വിശ്വാസത്തിന് പിന്നിലേക്ക് വലിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് തിരഞ്ഞു നടക്കുകയാണ്. അവൻ്റെ തിരച്ചിലുകൾക്ക് നമ്മൾ പിടികൊടുക്കണോ? ആമേൻ. പിശാചിന്റെ തിരച്ചിലുകൾക്ക് പിടികൊടുക്കാതിരിക്കാൻ നല്ല ബോധവും തെളിഞ്ഞ മനസ്സും നമുക്കുണ്ടായിരിക്കണം. ഞാൻ ചോദിച്ചു, ദൈവമേ, എതിരാളിയായവൻ എതിർക്കുന്നു, ഈ എതിർപ്പ് എത്ര കാലം? അവൻ എതിർത്തുകൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും അവൻ്റെ എതിർപ്പുകളെ ജയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ജീവിതത്തിനകത്ത് ഇടർച്ചകൾ ഉണ്ടാകുന്നത്. അവൻ്റെ എതിർപ്പുകളെ ജയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ജീവിതത്തിനകത്ത് പങ്കപ്പാടുകൾ ഉണ്ടാകുന്നത്, പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, ക്ലേശങ്ങൾ ഉണ്ടാകുന്നത്, കണ്ണുനീരും മുറവിളിയും ഉണ്ടാകുന്നത്. കണ്ണുനീരൊഴിയാത്തൊരു കണ്ണ് നമുക്കുണ്ടാകാൻ കാരണം എതിരാളിയുടെ എതിർപ്പുകളെ ജയിക്കാൻ കഴിയാതെ പോകുന്നതാണ്. ഞാൻ ചോദിച്ചു, ദൈവമേ, ഈ എതിർപ്പ് എത്ര കാലം? മറുപടി, യേശുവിൻ്റെ മടങ്ങി വരവ് വരെ. തൊട്ടുമുകളിൽ പറയുന്നു, അതുവരെ ഈ കഷ്ടത ഞാൻ സഹിക്കണമോ? ഉത്തരം, കഷ്ടങ്ങൾ താൽക്കാലികമാണ്. ക്രിസ്തു മുഖാന്തരം സകലത്തിനും നമ്മെ ജയിച്ച്, സകലത്തിനെയും റൂൾ ഓവർ ചെയ്ത്, സകലത്തെയും ട്രെഡ് ഡൗൺ ചെയ്ത് ചവിട്ടിമതിച്ച് നടക്കുന്ന അനുഗ്രഹീതമായ അഭിഷേകം തൻ്റെ നല്ല ആത്മാവിനാൽ വിശ്വസിക്കുന്നവരിലേക്ക് പകരും എന്ന് വചനത്തിലൂടെ കർത്താവ് ഉറപ്പു തരികയാണ്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ തെളിഞ്ഞ മനസ്സിനുടമകളായി, നല്ല ബോധത്തിനുടമകളായി, പ്രാർത്ഥനയിൽ ധീരരായി നിങ്ങൾക്കെതിരായി വരുന്ന എതിർപ്പുകളെ നിങ്ങൾ ജയിക്കണം. പുതിയ കുടുംബത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിനകത്ത് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഹോർമോണുണ്ട്. ഈ ഡോപ്പമിൻ ഹോർമോൺ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചിരിക്കാൻ കഴിയുന്നത്, സന്തോഷിക്കാൻ കഴിയുന്നത്. പിന്നെ ആരെങ്കിലൊക്കെ ചിരിക്കാതെ മുഖം മൂടിയടിച്ചിരിക്കുന്ന നിങ്ങൾ ചിന്തിച്ചു വേണം, സംഭവം ഡോപ്പ പോയി. ഇന്ന് പ്രഭാതത്തിൽ ഡോപ്പ കയറി വരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ചിരിക്കാനും സന്തോഷിക്കാനും കർത്താവ് എന്താ പറയുന്നത് അറിയാമോ? നിന്റെ വായിൽ ഞാൻ ചിരി പകരും. എങ്ങനെ കർത്താവ് ചിരി പകരും? അകത്ത് ഡോപ്പാമിൻ കർത്താവ് വർദ്ധിപ്പിക്കും. ഓക്കെ, നോക്കൂ, അപ്പോൾ കർത്താവ് സന്തോഷത്തിൻ്റെ ആളാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ദുഃഖിച്ചിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ തെളിഞ്ഞ മനസ്സും തെളിഞ്ഞ ചിന്താഗതിയും ഇല്ലാതെ വരുമ്പോൾ വാസ്തവത്തിൽ ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ വരും. പുതിയ കുടുംബത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഒരു 90 ദിവസം വരെ ഈ ഡോപ്പമിൻ ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്ത് നിൽക്കും. 90 ദിവസമൊക്കെ കഴിയുമ്പം പതിയെ പതിയെ ഇതിൻ്റെ ഇന്ധനമൊക്കെ തീർന്ന് ആകാശത്ത് നിന്ന് താഴേക്ക് ഇറങ്ങുന്ന മിസൈൽ പോലെ ഇത് അറബിക്കടലിലും, അറബിയുടെ അപ്പുറത്തെ കടലിലും, ഇപ്പുറത്തെ പസഫിക് സമുദ്രത്തിലൊക്കെ ഇങ്ങനെ തൊഴിഞ്ഞു തൊഴിഞ്ഞ് വീഴും. തൊഴിഞ്ഞ് വീണാലും നമ്മുടെ അകത്ത് കയറിയ സന്തോഷം തൊഴിയാൻ അനുവദിക്കരുത്. അങ്ങനെ തൊഴിഞ്ഞു പോയവരുണ്ട്. ദൈവത്തിൻ്റെ കൃപയിലല്ലായിരുന്നെങ്കിൽ എനിക്കും എപ്പോഴേ തൊഴിഞ്ഞു പോയേനെ. അപ്പം നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. കുടുംബജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, ജോലി സ്ഥലത്ത് നന്നായി ജീവിക്കാൻ, ആത്മീയ ജീവിതം പച്ച പിടിക്കാൻ, വരൾച്ച മാറാൻ, തളർച്ചകൾ മാറാൻ, ദൈവത്തിൻ്റെ സ്പർശനത്താൽ നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴും ദൈവാത്മാവിനാൽ ഉളവാകുന്ന സന്തോഷം ഉണ്ടാകണം. പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരന്മാർ, കൂട്ടു സഹോദരങ്ങൾ പറയണം, ഇപ്പോഴുള്ള കഷ്ടം താൽക്കാലികം, എല്ലാം മാറും, ദൈവം മാറ്റിത്തരും. കർത്താവിദാസൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലരൊക്കെ ഇതിനകത്ത് മടങ്ങി വരുമ്പം നിന്റെ കുഴപ്പം കൊണ്ടാണ് നീ പോയതെന്ന് മറക്കരുത് എന്നൊന്നും പറഞ്ഞ് നമ്മൾ പിന്നെടുത്ത് കുത്തി മുറിവേൽപ്പിക്കാൻ ചെന്ന് നിൽക്കരുത്. നമുക്കുള്ളൊരു പ്രത്യേക സ്വഭാവമാണ്, അത് വേറെ ഒരിടത്തും ഇല്ല. ആ കൃപ സ്വർഗത്തിലൊന്നും ഇല്ല. ഈ കൃപ നിന്നെ എനിക്കറിയാം. 2006 ജനുവരി മാസം 6-ാം തീയതി എന്ത് സംഭവിച്ചു മനസ്സിലായില്ലേ? ഒരാൾ വാസ്തവമായി മാനസാന്തരപ്പെട്ട് മനസ്സ് പുതുക്കി താല്പര്യത്തോടുകൂടെ ദൈവസഭയ്ക്കകത്ത് വന്നിട്ടെങ്കിൽ വാക്കുകൾ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കാതിരിക്കാൻ നമുക്ക് നല്ല ബോധവും സുമനസാക്ഷിയും നല്ല മനസ്സും ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആമേൻ. ആപത്ത് വേളകളിൽ അകലാത്തൊരു ദൈവം നമ്മുടെ അടുക്കലുണ്ട്. കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ കൈവിടാത്തൊരു കർത്താവുണ്ട്. കയങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നശിച്ചു പോകാനല്ല, രക്ഷിച്ച് പുറത്തെടുക്കാൻ അരുമനാഥനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നഷ്ടപ്പെട്ടു പോകാൻ നമ്മെ അനുവദിക്കുകയില്ല. വേഗത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഈ പ്രഭാഷണത്തിൻ്റെ ഒടുവിലേക്ക് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പൗലോസ് അവസാനം എന്ന് പറയുന്നത് ടീലോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഭാഷയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടീലോസ് എന്ന് പറയുന്നത്
കേവലം ഒരു അവസാനമല്ല. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ശുശ്രൂഷ അവസാനിക്കും. അങ്ങനെയുള്ള ഒരു അവസാനത്തെക്കുറിച്ചല്ല പറയുന്നത്. അവിടെ പറയുന്നത് ഒരു പൂർത്തീകരണത്തെക്കുറിച്ചാണ്. ഫുൾഫിൽമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നീ കടന്നു പോകുന്ന കഷ്ടത്തിന് ഒരു അവസാനമുണ്ടായി സന്തോഷമുണ്ടാകും എന്നത് മാത്രമല്ല അവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴുള്ള കഷ്ടവും വരുവാനുള്ള കഷ്ടവും മാറി എന്നേക്കും സന്തോഷത്തിലേക്ക് പോകുന്ന ഒരു അനുഗ്രഹീതമായ സഫലീകരണം, ഒരു പൂർത്തീകരണം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഉണ്ട് എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് എപ്പോൾ എന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രാണനാഥനായ പ്രത്യാശയുടെ സ്വീകർത്താവായിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ മടങ്ങി വരവിനോടനുബന്ധിച്ച് നമുക്കത് പൂർത്തീകരണം ഉണ്ടാകും. പത്രോസ് പറയുന്നത് അത് രക്ഷയുടെ പൂർത്തീകരണമാണ്. രക്ഷയുടെ പൂർത്തീകരണമാണ്. ഈ രക്ഷയുടെ പൂർത്തീകരണ സമയം നമ്മൾ യേശുവിനോട് അടുക്കാൻ നമുക്ക് നല്ല ബോധവും തെളിഞ്ഞ മനസ്സും ആവശ്യമാണ്. പിന്നെ ദുഃഖിക്കാതെ ഇരിക്കാൻ കർത്താവിൻ്റെ ദാസന്മാർ കൂടെ പറയുന്നതാണ്, ദൈവത്തിൻ്റെ മക്കൾ ദുഃഖിക്കാതിരിക്കണം. ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ ആലയം, കൂട്ടായ്മ, ആത്മനിറവ് പ്രാപിച്ചവർ, വചനത്തെ ഭക്ഷിക്കുന്നവർ, കൂട്ടായ്മകളിൽ കൂടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ കൈത്താങ്ങ് കൊടുക്കുന്നവർ ദുഃഖിക്കാൻ വിളിക്കപ്പെട്ടവരല്ല, ഇതിനകത്ത് സന്തോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നെഹമ്യാ പ്രവചനത്തിൽ പറയുന്നു, നിങ്ങളുടെ കൂടിവരവുകൾ, നിങ്ങളുടെ വിശുദ്ധ യോഗങ്ങൾ സന്തോഷത്തിൻ്റെതാക്കി തീർക്കണം. അതിന് നമ്മൾ ഉണർന്നിരുന്നാലല്ലേ സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ. അതിന് നമുക്ക് നല്ല ബോധമുണ്ടെങ്കിലല്ലേ സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ. ദുഃഖിക്കാതെ ഇരിക്കേണ്ടതിന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ പത്രോസ് വാസ്തവത്തിൽ ഇവരുടെ ശ്രദ്ധ എവിടെ പിടിച്ചു നിർത്തുന്നത് അറിയാമോ? യേശുവിൻ്റെ വരവോടുകൂടെ, യേശുവിൻ്റെ പ്രത്യാഗമനത്തോടുകൂടെ, യേശുവിൻ്റെ പുനരാഗമനത്തോടുകൂടെ നമ്മുടെ എല്ലാ കഷ്ടതയ്ക്കും പൂർണ്ണമായ ഒരു വിരാമം ഉണ്ടാകും എന്നാണ് പത്രോസ് പറഞ്ഞു വയ്ക്കുന്നത്. കർത്താവ് പറയുന്നു, അധികാരപൂർണമായ ആജ്ഞാവചനം നമ്മൾ ആകാശത്തു നിന്നും കേൾക്കാൻ നമുക്ക് സമയം ആയിരിക്കുകയാണ്. പ്രധാന ദൂതൻ്റെ ശബ്ദം കേൾക്കാൻ സമയം അടുത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കാഹളം ധ്വനി കേൾക്കാൻ സമയം അടുത്തിരിക്കുകയാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. എബ്രായ ലേഖനത്തിൽ എഴുത്തുകാരൻ ഭയങ്കരമായിട്ട് വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ, ദ പ്രിലിമിനറി സ്റ്റേജ് വിട്ട് മെച്യൂരിറ്റിയിലേക്ക് വരണം എന്നുള്ളത്. വളരെ എളുപ്പമാണ്. മെച്യൂരിറ്റിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പ്രത്യാഗമനം അകത്ത് സത്യസന്ധമായി സ്വീകരിച്ച് കർത്താവിൻ്റെ വരവിനെ ലക്ഷ്യം പാർത്ത് നിങ്ങൾ ജീവിക്കണം എന്നാകുന്നു പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോകും. താഴത്തെ ഭാഗം, പ്രത്യേകിച്ച് എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ മധ്യഭാഗത്ത് എഴുതിയിരിക്കുന്നു, കൃപയിൽ നിന്നും നിങ്ങൾ വീണു പോകാതിരിപ്പാൻ. യു ഷുഡ് നോട്ട് ഫോൾ അവേ ഫ്രം ദ ഗ്രേസ്. നിങ്ങൾക്ക് ലഭിച്ച കൃപയിൽ നിന്നും. എന്താ കൃപ? നമ്മുടെ നാഥൻ വരും, കർത്താവ് നമ്മെ ചേർക്കും. ഇതാണ് കൃപ. സ്വർഗത്തേക്ക് പോകാൻ എനിക്ക് യോഗ്യതയുണ്ടോ? ഇല്ല. എന്നെ പിടിച്ച് സ്വർഗത്തിൽ വെച്ചതാണ് ഏതൻ, കർത്താവിൻ്റെ സ്വർഗം, പർദീസ വെച്ചതാണ്. പക്ഷേ ഞങ്ങൾ വീണുപോയി. വീണുപോയവർക്ക് ശിക്ഷയില്ലേ? ശിക്ഷയുണ്ട്. കർത്താവിനെ ശിക്ഷിച്ചോ? വീണുപോയതിൻ്റെ ഫലമായുള്ള ശിക്ഷ എനിക്ക് ദൈവം തന്നില്ല. പിന്നെ ആ ശിക്ഷ ആരേറ്റെടുത്തു? എൻ്റെ യേശു കാൽവരിയിൽ ഏറ്റെടുത്തു. അപ്പോൾ എൻ്റെ മേൽ വരേണ്ട അതിമാരകമായ ശിക്ഷ തൻ്റെ പുത്രൻ, തൻ്റെ ഭവനത്തിനകത്ത് നിന്നും അയക്കപ്പെട്ട ഏക പുത്രൻ ശരീരത്തിൽ വഹിച്ചത് മുഖാന്തരം എനിക്ക് കർത്താവിൻ്റെ സ്വർഗത്തിൽ വീണ്ടും പ്രവേശിക്കാം. ഇതാണ് രക്ഷ, ഇതാണ് കൃപ. പത്രോസ് 1-ാമത്തെ അധ്യായത്തിൽ എഴുതി തുടങ്ങുന്നത് അങ്ങനെയാണ്, യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന വ്രതന്മാരെ, നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങളുടെ ജീവിതം ജീവിക്കണം. നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ സമചിത്തത ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ തെളിഞ്ഞ ബുദ്ധി നിങ്ങൾക്കുണ്ടായിരിക്കണം. പറഞ്ഞു വന്നത്, ആകാശത്തു നിന്നും ശബ്ദം കേൾക്കാൻ സമയം അടുത്തിരിക്കുകയാണ്. നമ്മുടെ യേശു സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. നമ്മൾ അതിനെ കാത്തിരിക്കുന്നവരാണ്. നിങ്ങളെപ്പോഴെങ്കിലും ആകാശത്തേക്ക് നോക്കി ഈ ആകാശത്ത് നിന്ന് കർത്താവ് വരുന്നത് നിങ്ങൾ അകത്തെ മനുഷ്യരിൽ ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? ഒന്ന് നിങ്ങൾ ചിത്രീകരിച്ച് നോക്കണം. വളരെ സന്തോഷമുണ്ടാകും. ആകാശത്തിൽ കർത്താവിനെ നമുക്ക് എതിരേൽക്കണം. യേശു ആകാശ മേഘങ്ങളെ കീറി താഴേക്ക് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് എൻ്റെ യേശുവിനെ എതിരേൽക്കാൻ ചെല്ലണം. നിങ്ങൾക്കറിയാലോ, നമ്മൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ, ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ ചില VIP-കൾ വരും. VIP-കൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ താലപ്പൊലിയും പൂക്കളൊക്കെ ഏന്തിക്കൊണ്ട് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നമ്മുടെ സഹോദരിമാർ, വനിതകൾ, പുരുഷന്മാരൊക്കെ ബാൻഡ് മേളത്തോടു കൂടെ അവരെ എതിരേൽക്കാൻ വേണ്ടി ചെല്ലും. കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എൻ്റെ വരവിങ്കൽ എന്നെ എതിരേൽപ്പാൻ വരണം എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് നല്ല ബുദ്ധിയില്ലെങ്കിൽ, നമുക്കൊരു തെളിഞ്ഞ ചിന്തയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കർത്താവിനെ എതിരേൽക്കാൻ ചെല്ലും? അവൻ്റെ വരവിൻ്റെ സമയം നമുക്കറിയില്ല. ഏത് കാലഘട്ടത്തിൽ വരുമെന്ന് അറിയില്ല. യേശുവിനോട് ചോദിച്ചു, അപ്പ അങ്ങ് എന്നാണ് മടങ്ങി വരുന്നത്? സമയം പറയുമോ? ഏത് മാസത്തിൽ മടങ്ങി വരും ഒന്ന് പറയുമോ? ഏത് കാലഘട്ടത്തിൽ മടങ്ങി വരും? പുരീം ആഘോഷിക്കുമ്പോൾ മടങ്ങി വരുമോ? ടാബർനാക്കിൾ ഞങ്ങൾ ഉത്സവം ആഘോഷിക്കുമ്പോൾ മടങ്ങി വരുമോ? കൂടാര പെരുന്നാളിൽ മടങ്ങി വരുമോ? എപ്പോഴാണ് അങ്ങ് മടങ്ങി വരുന്നത്? യേശു എന്താ പറഞ്ഞത്? സമയകാലങ്ങളെ നിങ്ങൾ അന്വേഷിക്കേണ്ട, എൻ്റെ വരവിൻ്റെ സംഭവത്തെ നിങ്ങൾ ലക്ഷ്യമാക്കി പാർക്കണം എന്നുള്ളതാണ്.
നമുക്ക് ഒരുമിച്ച് വിശുദ്ധന്മാരോടൊപ്പം മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കാൻ പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? എൻ്റെ അവസാനം മണ്ണോട് മണ്ണ് ചേരുകയില്ല എന്നുള്ളതാണ്. എൻ്റെ മരണം കുഴിയിൽ അവസാനിക്കുകയില്ല എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ തീരാൻ വിളിക്കപ്പെട്ടവനല്ല, ഞാൻ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ ദുഃഖിക്കരുത്. ശരീരത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പങ്കപ്പാടുകളൊന്നും തന്നെ ഇല്ലല്ലോ. ശരീരത്തിൽ മരണം സംഭവിച്ചാൽ പിന്നെ നമ്മുടെ ആത്മാവ് പുതിയ ശരീരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽക്കുമ്പോൾ നമ്മുടെ മുറവിളിയും നമ്മുടെ കഷ്ടതയും നമ്മളിത് അനുഭവിക്കുന്ന ദുരിതമൊക്കെ മാറിപ്പോവുകയില്ലേ പ്രിയരെ? പിന്നെ എന്തിന് ദുഃഖിക്കണം? ഇനി നിങ്ങൾ ജീവനോടെ പാർക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തെ മറികടക്കാൻ സന്തോഷത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നിട്ടില്ലേ? ധീരതയുടെ ആത്മാവിനെ നമുക്ക് പകർന്നു തന്നിട്ടില്ലേ? സ്തോത്രം. ശക്തിയുടെ ആത്മാവിനെ നമുക്ക് പകർന്നു തന്നിട്ടില്ലേ? ദൈവത്തിൻ്റെ ദാസന്മാർ ഇങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്നത്, പിന്നെയോ ശക്തിയുടെയും ധീരതയുടെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ. ഈ പ്രഭാതത്തിൽ അങ്ങനെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആ ആത്മാവിനെ വീണ്ടും പ്രാപിക്കണമെന്നുള്ളവർ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പത്രോസ് പറഞ്ഞു വെക്കുന്നത്, നമ്മൾ എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട് നിങ്ങൾ ദുഃഖിക്കരുത്. പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായി സമചിത്തതയോടെ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. അവൻ എന്നും തുടയ്ക്കും, അന്നും തുടയ്ക്കും. നമ്മുടെ മുഖത്തിൻ്റെ വാട്ടം തീർക്കുന്നൊരു ദൈവമുണ്ട്. അവൻ എന്നും വാട്ടം തീർക്കും, നാം വരുവാനിരിക്കുന്ന നാളിലും വാട്ടം തീർക്കും. നമ്മുടെ ദുഃഖത്തെ എടുത്തു മാറ്റി സന്തോഷത്തിൻ്റെ മേലാട് അക്ഷരാർത്ഥത്തിൽ പുതയ്ക്കുന്ന ഒരു നാളുണ്ട്. അത് എന്നും അവൻ ചെയ്യും, അന്നും ചെയ്യും. ഞാൻ നിങ്ങളോട് ആത്മാവിൽ ഒരു സന്ദേശം പറയട്ടെ. നമ്മുടെ നെടുവീർപ്പുകൾ ഇന്ന് പ്രഭാതത്തിൽ ദൈവം എടുത്തു മാറ്റും. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച നെടുവീർപ്പിൻ്റെ ദിനങ്ങൾ, നെടുവീർപ്പിൻ്റെ വർഷങ്ങൾ, 2024 ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെ ചിലർ അവരുടെ ജീവിതത്തെ പരിശോധിച്ചാൽ, ദിനങ്ങളെ പരിശോധിച്ചാൽ അങ്ങനെ സന്തോഷിക്കാൻ പോകേണ്ട വകയൊന്നും അവർക്കില്ല എന്ന് പറയും. ചിലർക്ക് അങ്ങനെയല്ല, 2024 സന്തോഷത്തിൻ്റെ ദിനങ്ങൾ തന്നെയായിരുന്നു എന്ന് പറയാൻ കഴിയും. മറ്റു ചിലർ പറയും സമ്മിശ്രമായ ഒരു കാലമാണ് കർത്താവ് എനിക്ക് തന്നത് എന്ന് പറയാൻ കഴിയും. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയരെ, നെടുവീർപ്പിൻ്റെ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറാൻ പോവുകയാണ്. മുറവിളിയുടെ ദിനങ്ങൾ കർത്താവ് എടുത്ത് മാറ്റാൻ പോവുകയാണ്. ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ കർത്താവ് എടുത്ത് മാറ്റാൻ പോവുകയാണ്. ഇന്നുള്ള കഷ്ടതകൾ, ഇന്നുള്ള രോഗങ്ങൾ, ഇന്നുള്ള വേദനകൾ, ഇന്നുള്ള ശാപങ്ങൾ, ഇന്നുള്ള ബന്ധനങ്ങൾ പൂർണ്ണമായി മാറുന്ന ഒരു നാളുണ്ട്. ആ നാളിനെ ലക്ഷ്യം വെച്ചിരിപ്പാൻ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് സുബോധം ആവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ തെളിഞ്ഞ മനസ്സ് ആവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ നാം നിർമ്മതരായിരിക്കണം. നമ്മുടെ ആയുഷ്കാലം മുഴുവനും, നമ്മുടെ ഒരു ആയുഷ്കാലത്തെ അധ്വാനം മുഴുവനും, നമ്മുടെ ഒരു ആയുഷ്കാലത്തെ ദുരിതങ്ങൾ മുഴുവനും, നമ്മുടെ ഒരു ആയുഷ്കാലത്തെ തീരാ ദുഃഖങ്ങൾ മുഴുവനും തീർന്നു പോകുന്ന ഒരു നാൾ. ഹല്ലേലൂയ. എൻ്റെ ദേഹം അത് മണ്ണിൽ മറഞ്ഞു പോയാലും, ഞാൻ ജീവനോടെ ഇരുന്നാലും, യേശുവേ അങ്ങ് വരുന്ന നാളിൽ അങ്ങയോട് അണഞ്ഞ് അങ്ങയോടൊത്ത് ചേർന്ന് ആനന്ദിക്കുന്ന ഒരു സുദിനം, അത് ദൂരമല്ല, അത് വിദൂരമല്ല, അത് ആസന്നമായിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷ, എന്നുള്ള പ്രത്യാശ ഇന്ന് ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവമക്കളുടെ ഹൃദയങ്ങളെ ദൈവം പകരട്ടെ. സഹോദരങ്ങളെ, സുബോധം പ്രകാശമാണെങ്കിൽ ആ പ്രകാശം നമ്മെ കാണിക്കുന്നത് നാം നിൽക്കുന്ന സ്ഥലം നേരായ വഴിയാണോ എന്നുള്ളതാണ്. നേർവഴിയിൽ നിന്ന് പ്രാർത്ഥിക്കാത്ത ഒരുവന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നില്ല. നാം നേർവഴിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ദുഷിച്ച മനസ്സിനുടമകളായി നാം പ്രാർത്ഥിച്ചാൽ നമുക്ക് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ കഴിയില്ല. ദുഷ്ടന്മാരുടെയും പാപികളുടെയും പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ല എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾപ്പാൻ, എൻ്റെ ആവശ്യം കർത്താവ് കേൾപ്പാൻ, എൻ്റെ മുറവിളിക്ക് കർത്താവ് പരിഹാരം തരാൻ, എൻ്റെ കണ്ണിൽ നിന്നും എൻ്റെ കർത്താവ് കണ്ണുനീരിനെ തുടച്ചു മാറ്റാൻ, ഞാൻ അനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരു പരിഹാരം ലഭിക്കാൻ ഞാൻ നേരായ പാതയിൽ നിൽക്കുമെന്നും എൻ്റെ ദൈവത്തെ ഞാൻ കാത്തിരിക്കുമെന്നും ആത്മശക്തിയിലും ആത്മനിറവിലും ഞാൻ വിശുദ്ധമായ ഒരു ആത്മീയ ജീവിതം നയിച്ചു കൊള്ളാമെന്നും ഉടമ്പടി എടുക്കുന്നവരുടെ പ്രാർത്ഥനകൾ നിഷ്ഫലമായി പോവുകയില്ല.